ഏവർക്കും പ്രണാമം. ഇന്ന് നമ്മൾ എല്ലാവരും വിഷു ദിനം ആഘോഷിക്കുകയാണ്. ആചാരപൂർവമാണ് എല്ലാവരും വിഷു ആഘോഷിക്കുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ ആചാരപൂർവം ആഘോഷിക്കപ്പെടുന്ന ഈ പുണ്യ സുദിനം അത് പലപ്പോഴും നമ്മൾ എല്ലാവരും ഒരേ രീതിയിലാണ് ആഘോഷിച്ചു വരുന്നത്. ആ ഒരേ രീതിയിലാവുമ്പോൾ നല്ലത് തന്നെയാണ്. എന്നിരുന്നാൽ പോലും വ്യത്യസ്തമായ ചില രീതികളും നമ്മുടെ ഇടയിലുണ്ട്. അതിനെ വിസ്മരിക്കാൻ പറ്റില്ല. അതിനെക്കുറിച്ച് ഒന്ന് നിങ്ങളുമായി പങ്കുവെക്കാം എന്ന് തോന്നിയപ്പോഴാണ് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഇങ്ങനെയൊരു ഭാഷണം നമ്മൾ നടത്താമെന്ന് കരുതിയത്. ഒന്നാമതായിട്ട് വിഷു ആഘോഷിക്കുന്നുണ്ട്. എന്തിനാണ് ആഘോഷിക്കുന്നതെന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ല. പലപ്പോഴും പുരാണങ്ങളുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വരാറുണ്ട്. ഇപ്പൊ കൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ടും ഒക്കെ ആയിട്ട് അസുരവധങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ പറയും. എന്നാൽ അത് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ലാൽ കാർഷിക ആഘോഷമായിട്ടാണ് വിഷു ആഘോഷിക്കുന്നതെന്നും പറഞ്ഞു വരാറുണ്ട്. ഇതൊക്കെയാണെങ്കിലും നമ്മളെ സംബന്ധിച്ച്, നമ്മൾ കുലാചാരികളെ സംബന്ധിച്ചിട്ട് ഇത് പ്രകൃതിയുടെ ഒരു മാറ്റത്തിന്റെ ഭാഗമായിട്ട് അതിനെ ആഘോഷിക്കുന്നതാണ്. കൂടാതെ ഇതിന് വലിയ താന്ത്രിക വീക്ഷണമുണ്ട്. ഭൂരിപക്ഷം നമ്മൾ ഹൈന്ദവരും തന്ത്രപാരമ്പര്യം പിൻപറ്റുന്നവരാണ്. ആ തന്ത്രപാരമ്പര്യം പിൻപറ്റുന്ന നമ്മൾ ഏത് ആഘോഷം എടുത്താലും, ഓണമാകട്ടെ, ഇപ്പൊ വിഷു ആകട്ടെ, ഇതെല്ലാം തന്നെ നമ്മൾ ആചരിച്ചു വരുന്നത് നമ്മുടെ പൂർവീകർ, നമ്മുടെ അച്ഛൻ, അച്ചച്ചൻ, മുത്തച്ഛൻ എന്ന് തുടങ്ങുന്ന ആ അമ്മയുടെയും അച്ഛന്റെയും പാരമ്പര്യം നമുക്ക് ഓതിത്തന്ന, നമുക്ക് പകർന്നു തന്ന ആചരണ പദ്ധതികളുടെ ഭാഗമായിട്ടാണ്. അവരൊന്നും തന്നെ ആർഭാടമായി ജീവിച്ചവരല്ല, ആവശ്യത്തിന് എല്ലാം കൈകാര്യം ചെയ്തവരാണ്. അപ്പൊ അങ്ങനെ ആവശ്യത്തിന് കൈകാര്യം ചെയ്ത അവര് ചില ആഘോഷങ്ങൾ കുറച്ച് ആർഭാടമല്ലേ എന്ന് തോന്നുന്ന രീതിയിലേക്ക് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പൊ കണിയൊരുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കാണാൻ വിറ്റ് ഓണമാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ കണിയൊരുക്കാൻ നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് കേട്ടിട്ടില്ല. എന്നാൽ പോലും നമ്മൾ ഒരു കണിയൊരുക്കും അല്ലേ? കണിക്കൊന്നൊക്കെ ആയിട്ട് കണിയൊരുക്കും. അതിൽ ഒരുപാട് വെജിറ്റബിൾസ് വെക്കും, ഫ്രൂട്ട്സ് വെക്കും. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കണിയൊരുക്കുന്നത്. അങ്ങനെ കണിയൊരുക്കി കാണുന്ന നമ്മള് അന്നേ ദിവസം, നമ്മളൊക്കെ കുട്ടിക്കാലം, അപ്പൊ നമ്മുടെയൊക്കെ ഏജുള്ള ആൾക്കാർ, കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ അറിയാം, അന്നേ ദിവസം കാലങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഒരു ഓലപ്പടക്കെങ്കിലും പൊട്ടിക്കും. ഇപ്പൊ പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി വിശേഷമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മള് വാർത്തയിൽ കണ്ടു ഇപ്രാവശ്യം മാർക്കോ എന്ന് പറഞ്ഞിട്ടൊരു പടക്കം വന്നിട്ടുണ്ട്. അപ്പൊ അതെന്താ പ്രത്യേകിച്ച്, അത് റെഡ് നിറത്തിലാണ് കത്തുന്നത്. അത് എന്താ പറയാ, മാർക്കോല് ഫുള്ള് റെഡ് അല്ലേ, ബ്ലഡ് അല്ലേ, അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പല പേരിലും പല രീതിയിലും ഇത് നമുക്ക് ഈ പടക്കങ്ങൾ, അത് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ, കരിമരുന്നിന്റെ ഇത്തരം സാധനങ്ങൾ നമുക്ക് ലഭ്യമാണ്. അന്തരീക്ഷ മലിനീകരണവും ആർഭാടൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ ഇത് ചെയ്യുന്നില്ലെങ്കിലും നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മളൊക്കെ പറയാറ് ചെറിയ ചെറിയ ആഘോഷങ്ങളൊന്നും ഇല്ലാതെ എന്ത് ജീവിതമാണ് എന്നാണ്. നമ്മുടെ സിദ്ധാന്തം അങ്ങനെയാണ്. ഓവറായിട്ടൊന്നും വേണ്ട, ഒരു മിഡിലൂടെ എല്ലാം വേണമെന്നൊരു അഭിപ്രായം നമുക്കൊക്കെ ഉള്ളത്. കാരണം യോഗഭോഗാത്മകമായിരിക്കുന്ന തന്ത്രശാസ്ത്രത്തെയാണ് നമ്മളെല്ലാവരും സ്വീകരിച്ചിരിക്കുന്ന മാർഗം. നിഷേധിക്കുകയല്ല, പരിത്യാഗം എന്നുകൊണ്ട് കാട്ടിക്കൂട്ടലല്ല, സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുക. അതിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചുറ്റുമുള്ള ആളുകളുടെ സന്തോഷം കൂടി പരിഗണിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാമെന്നാണ് നമ്മളൊക്കെ കരുതാറ്. അതുകൊണ്ട് ഒരു ഓലപ്പടക്കങ്ങൾ നമ്മൾ പൊട്ടിക്കുന്നു. അപ്പൊ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പൂർവികർ ചെയ്തു തന്നുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ എന്തിനാ നമ്മൾ ചെയ്യുന്നത്?
അതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ലേ? നമ്മളിതൊക്കെ എന്തിനാ ചെയ്യുന്നത്? മറ്റു മതസ്ഥരെ പോലെ ഒക്കെയാണോ നമ്മൾ മീശമാധവനിലെ ദിലീപ്, നമ്മളെപ്പോഴും പറയണം, മീശമാധവനിലെ ദിലീപ് ആ അമ്പലം ചുറ്റുന്ന സമയത്ത് ഒരു വെടിവെട്ടും ഇല്ലേ? ആ കഥീനെ പൊട്ടുന്ന സമയത്ത് ആ മിലിറ്ററിക്കാരൻ വീഴും. മിലിറ്ററിക്കാരൻ വീഴുമ്പോ എന്ത് ചെയ്യും? ദിലീപും ജ്യോതിർമയും ഭക്തരും എല്ലാവരും വീഴും. അപ്പൊ മിലിറ്ററിക്കാരൻ ചോദിക്കുന്നുണ്ട്, ആ കഥീനെ പൊട്ടിയതാണോ, ഞാൻ അതിർത്തിയാണെന്ന് കരുതിയത്. ഇതുപോലെയാണ് നമ്മളുടെ പല കാര്യങ്ങളും. ആരൊക്കെയോ ആചരിക്കുന്നുണ്ട്, ആരൊക്കെ ആചരിച്ചിട്ടുണ്ട്, ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, നമ്മളത് തുടരുകയാണ്. എന്തിനാന്നുള്ളൊരു ചോദ്യമില്ല. പണ്ടത്തെ കാരണവരോട് അച്ഛനോട് മക്കള് ചോദ്യം ചോദിക്കില്ല. ചില അമ്മമാരൊക്കെ പണ്ട് കാലത്ത് പറയും ഇത്രേ, സിനിമയിലൊക്കെ ഉണ്ടാവും, ഞാൻ 4 കുട്ടികളായിട്ടാണ് അല്ലെങ്കിൽ 10 കുട്ടികളായിട്ടാണ് നിങ്ങളുടെ അച്ഛന്റെ മുഖം കണ്ടേ, നേരെ കണ്ടേ എന്നുള്ളത്. അപ്പൊ അതുവരെ അച്ഛനുമായിട്ട് സംസാരമില്ല. അതാ പറഞ്ഞേ. ഇത് പറഞ്ഞ മക്കളാണെന്തിന് അച്ഛൻ വരുമ്പോഴത്തേനും അകത്തേക്ക് ഒളിച്ചിരുന്നു. അമ്മാവന്റെയൊക്കെ മരുമക്കത്തായിക്കണ അമ്മാവനാണെങ്കിൽ മിണ്ടാൻ പോവില്ല, എല്ലാവരും അകത്താവും. അപ്പൊ ചോദ്യങ്ങളില്ലാണ്ട് അവിടെ പറയണ ഇങ്ങനെ കേട്ട് പോവുകയാണ്. പക്ഷെ കാലം വരെ നമുക്കറിയാം, പഠിപ്പിക്കുന്ന അധ്യാപകരെ പോലും നമ്മൾ ചോദ്യം ചെയ്യാറുണ്ട് ഇല്ലേ? ചോദ്യം ചെയ്യുകയല്ല, അത് ഈ ധർമ്മം തന്നെ പറഞ്ഞത് ഗുരുവിനോട് ചോദിച്ചു പോകണമെന്നാ പറഞ്ഞത്. ഗുരുവിനോടുള്ള ചോദ്യങ്ങളാണ് പലപ്പോഴും വലിയ വലിയ ആശയങ്ങളും ദർശനങ്ങളുമായി പരിണമിച്ചിട്ടുള്ളത്. ബൗദ്ധഗ്രന്ഥങ്ങളായാലും നമ്മുടെ ആയിരിക്കുന്ന ഹൈന്ദവ ഇദ്ദേഹത്തിൽ തന്നെയും വിവിധങ്ങളായിരിക്കുന്ന സമ്പ്രദായങ്ങൾ, ഇപ്പൊ ഉപനിഷത്തുക്കളാവട്ടെ, അതുപോലെ വേദത്തിൽ തന്നെയാവട്ടെ, താന്ത്രികമായിരിക്കുന്ന വിവിധ ഭാഗങ്ങളാവട്ടെ, എല്ലാത്തിലും തന്നെ ഇപ്പൊ മലബാര സമ്പ്രദായങ്ങളിൽ പോലും, നാടൻ സമ്പ്രദായങ്ങളിൽ പോലും പെങ്ങളോ ആങ്ങളോ അല്ലെങ്കിൽ മുത്തപ്പനും അതുപോലെ ശിഷ്യന്മാരും ഒക്കെ കൂടിയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. ആ ചോദ്യങ്ങൾ തന്നെയാണ് ഇവിടെ നമ്മുടെ ഈ പാരമ്പര്യം. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ടീച്ചേഴ്സിനോട് ചോദിക്കേണ്ടല്ല, ചോദിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടായിരിക്കണം, തർക്കിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പലപ്പോഴും നമ്മളൊക്കെ പലതും പറയുമ്പോൾ ചില ആൾക്കാരൊക്കെ തർക്കിക്കാൻ വേണ്ടി പറയും. തർക്കിക്കാൻ വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അറിവുള്ളവരാരും ഇത് മൈൻഡ് ചെയ്യില്ല. ആദ്യം മനസ്സിലാക്കണം. അറിയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കണം. അറിയാൻ വേണ്ടിയുള്ള ചോദ്യങ്ങളാണെങ്കിൽ അറിവിനെ ഒരിക്കലും, അറിയാനുള്ള ജിജ്ഞാസയെ ഒരിക്കലും നമ്മളുടെ ആചാര്യന്മാർ നിഷേധിച്ചിട്ടില്ല. ഇപ്പൊ ജാബാലന്റെ കഥ പറയുമ്പോഴും ഗൗതമന്റെ അടുത്ത് എത്തുമ്പോൾ ജാതിയൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അറിയാനുള്ള ത്വരയെ നിഷേധിക്കുന്നില്ല. അതിനുള്ള ആ അവസരം കൊടുക്കുന്നുണ്ട്. അപ്പൊ അറിയാൻ എപ്പോഴും അവസരമുണ്ട്, അറിയാനുള്ള അവസരത്തിലാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓരോ ആചാരങ്ങളുടെ കടന്നു പോകുമ്പോൾ കേവലം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും ഒക്കെയായി തുടരുമ്പോൾ അത് നേരത്തെ പറഞ്ഞ ദിലീപൊക്കെ വീണ പോലെയാണ് എന്ന് പറയുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണം. അപ്പൊ ചോദിക്കാൻ ഇന്നുള്ള മാധ്യമങ്ങൾ നമുക്ക് വലിയ മാധ്യമങ്ങളാണ്. നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് ഒരുപാട് മാധ്യമം, ഇപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും. ഓൺലൈൻ വെബിനാറുകൾ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ വിഷു ആചരിക്കുന്ന സമയത്ത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, വിഷു ആചരിക്കുന്നത് ഇപ്പൊ മേടമാസത്തിലേക്ക്, സൂര്യൻ മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്ന ആ പുണ്യസുദിനം നമ്മൾ വിഷുവായി ആഘോഷിക്കുകയാണ്. എന്താ മേടത്തിന്റെ സവിശേഷത? മേടം നമ്മൾ ഈ വാസ്തുവിദ്യയിലൊക്കെ പറയുക എങ്ങനെയാ വെച്ചാല് വാസ്തു പുരുഷൻ എന്നാ പറയാ. ഈ ഭൂമിയെ ഒരു പുരുഷനായിട്ട് കണ്ടിരിക്കുകയാണ്. ഈശാന വടക്ക് കിഴക്കേ മൂല, ഈശാന കോണ് ശിരസായിട്ടും, നിവൃത്തി കോണ് കന്നിമൂല, തെക്ക് പടിഞ്ഞാറേ മൂല കന്നിമൂലയായി, അങ്ങനെ അവിടെ കാലുകളായിട്ടും ഒരു അസുരൻ കിടക്കുന്നുണ്ടെന്നും അസുരന്റെ മുകളിൽ ഒരുപാട് ദേവീദേവന്മാർ ഇരിക്കുന്നു എന്നൊക്കെയാണ് വാസ്തു സങ്കല്പം. വാസ്തു പുരുഷൻ എന്നാ പറയാ. ഇതുപോലെ ജ്യോതിഷത്തിലേക്ക് കിടക്കുമ്പോൾ അവിടെ രാശി പുരുഷനെയാണ് കാണുക. അപ്പൊ രാശി പുരുഷനെ കാണുമ്പോൾ ഇതുപോലെ തന്നെയാണ് നമുക്ക് മേടം ശിരസ്സായിട്ടാണ് പറയാ. അപ്പൊ മേടം ശിരസ്സാകുന്നു. മേടം ശിരസ്സാകുമ്പോൾ ആ ശിരസ്സുമായി ബന്ധപ്പെട്ട എന്താണ് തന്ത്രത്തിലും തന്നെ ശിരസ്. അപ്പൊ വാസ്തുവിലാകുമ്പോൾ ഭൂമിപരമായിട്ട് ദേഹപരമായിട്ട് ശിരസ്സാണ്, ജ്യോതിഷപരമായിട്ട് മേടം രാശി ശിരസ്സാണ്. ആ ശിരസിൽ നടക്കുന്ന, നമ്മുടെ ശിരസിലാകാം, പ്രകൃതിയുടെ ശിരസിലാകാം, പരമേശ്വരന്റെ ശിരസിലാകാം, ആ ശിരസിൽ നടക്കുന്ന ഒരു ഉത്സവത്തിന്റെ ഭാഗമാണ് നമ്മൾ ഈ വിഷു ആഘോഷിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്താണ് ആ ശിരസിൽ നടക്കുന്നത്? നമുക്ക് എല്ലാവർക്കും, നമ്മളെല്ലാവരും കുലാചാര പാരമ്പര്യം പിൻപറ്റുന്നവരാണ്. നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മുടെ ശിരസിൽ പരമേശ്വരൻ നല്ലച്ഛനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നമ്മുടെ മൂലാധാരത്താണ് പരാശക്തി ഇരിക്കുന്നത്. ആ പരാശക്തി പരമേശ്വരനുമായി മേളിക്കുന്നതിനെ നമ്മൾ തന്ത്രത്തിൽ നമ്മുടെ പഞ്ചമകാര പദ്ധതിയിൽ മൈഥുനം എന്നാണ് പറയുക. ശിവശക്തി മേളനം. ആ ശിവശക്തി മേളനത്തെ തുടർന്നിട്ട്
നമ്മള് അമൃതധാര ഉണ്ടാവും. അപ്പൊ ശക്തി ശിവനുമായി ശിരസിൽ മേളിക്കുമ്പോൾ അമൃതധാര ഉണ്ടാകും. ആ അമൃതധാരയിൽ അമൃതധാരയില് ഈ പ്രകൃതി മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ ആനന്ദത്തിൽ ആറാടും. ആ പ്രകൃതി മുഴുവൻ ആനന്ദത്തിൽ ആറാടുമ്പോൾ അത് പ്രകൃതിയിലുണ്ടാകുന്ന ആ മാറ്റം തന്നെ ഒരു സാധകനിലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ ഒരു ആവിഷ്കാരം, എപ്പോഴും അത്തരം ആവിഷ്കാരങ്ങൾ നമ്മുടെ ധർമ്മത്തിൽ ആചരിച്ചു വരുന്ന പദ്ധതി ഉണ്ട്. കാരണം എന്താ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മൾ കാണും. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ പല സിനിമകളും വരുമ്പോ, ഇപ്പൊ മമ്മൂട്ടിന്റെ ഒരു സിനിമ വന്നിട്ടുണ്ട്, മമ്മൂട്ടിയുടെ ആരാധകർ അത് പോയി കാണും ഇല്ലേ? സിനിമ ഇഷ്ടപ്പെടുന്ന കലാകാരന്മാർ പോയി കാണും. എമ്പുരാൻ വന്നു, മോഹൻലാലിന്റെ ആരാധകർ പോയിട്ട് കാണും, പൃഥ്വിരാജിന്റെ ആരാധകർ പോയിട്ട് കാണുന്നുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ആ നടനെ കാണാൻ, കൂടാതെ സബ്ജക്ട് കാണാം. അങ്ങനെയൊക്കെ ഉണ്ട്, കുറെ ആൾക്കാരുണ്ട് സബ്ജക്ട് കാണാൻ വേണ്ടിട്ടൊക്കെ പോകും. നമുക്ക് ഇഷ്ടമുള്ളത് കാണുക എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ഇഷ്ടമാണ്. അത് പറഞ്ഞ പോലെയാണ് ഈശ്വരന് പ്രിയപ്പെട്ടത് എന്താണ്, പരമേശ്വരന് പ്രിയപ്പെട്ടത് എന്താണ്? പരാശക്തിയുമായിട്ടുള്ള മേളനത്തെ ഭഗവാന് വലിയ ഇഷ്ടമാണ്. അപ്പൊ ഭഗവാൻ ഇഷ്ടമാകുമ്പോൾ ഭഗവാൻ അതിനെ നമ്മൾ ചിത്രീകരിക്കുമ്പോൾ ഭഗവാനും ഭഗവതിക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് ആ അനുഗ്രഹം ഉണ്ടാവും. അവർ ആനന്ദത്തിലാകുമ്പോൾ പ്രകൃതിയിൽ ആനന്ദം ഉണ്ടാകും. അത് സാധകനിൽ ഈ ശിവശക്തി മേളനം സംഭവിക്കുമ്പോൾ അത് സാധകൻ അതിങ്ങനെ ഇടയ്ക്ക് അത് ആ സന്ദർഭത്തിൽ ആചരിക്കേണ്ട സമയത്ത്, ആ സന്ദർഭത്തിൽ അത് ആചരിക്കുമ്പോൾ ആ സാധകനിലെ അടങ്ങിയിരിക്കുന്ന ദേവീ ദേവന്മാർ, നമ്മുടെ ശരീരം കേവലല്ല, അങ്ങനെ ഒരു ദർശനമല്ല നമ്മുടെ ഈ സനാതനമായിരിക്കുന്ന താന്ത്രിക ഹൈന്ദവ ദർശനം. ഈ ദേഹം മുഴുവൻ ഓരോ ദേവീ ദേവന്മാരെ കൊണ്ട് നടന്നിരിക്കുക. വാസ്തുപുരുഷനിൽ മാത്രമല്ല, നമ്മളിലൊക്കെ എല്ലാം സൂര്യചന്ദ്രന്മാരും, നമ്മളെപ്പോഴും ദിക്ക് ദേവതകൾ, ഇന്ദ്രൻ, വിഷ്ണു, യമൻ എന്നൊക്കെ പറഞ്ഞ എല്ലാ ഭാഗത്തും എല്ലാ ദേവീദേവന്മാരും നിറഞ്ഞു നിൽക്കുന്ന എത്ര മഹത്തരമായ വീക്ഷണവും ഒന്ന് നോക്കി നോക്കൂ. ആ ദേവന്മാരും ദേവിമാരും നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് അറിയുന്നത് കൊണ്ടാണ് നമ്മുടെ പൂർവികർ നമ്മൾ ശ്രേഷ്ഠന്മാരെ തിരുമേനി എന്നൊക്കെ വിളിച്ച്. അതാണ് ആ തിരുമേനി വിളിക്കുന്നത്. ഈ ബോധമില്ലാത്തവരാരും തിരുമേനിമാരാകുന്നില്ല. എന്നാൽ ആകാത്തോണ്ടല്ല, ഇവരറിയുന്നില്ല. അതുകൊണ്ട് ആരെങ്കിലും ചേർന്ന് വിളിക്കേണ്ടതല്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിളികളൊക്കെ ഉണ്ടായി വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ദേഹം മുഴുവനുള്ള ദേവീ ദേവന്മാർ നമ്മുടെ ഉള്ളിൽ തന്നെ ആ പരമേശ്വര മേളനം ഉണ്ടാകുമ്പോൾ ആനന്ദം അനുഭവിക്കുന്നു. അപ്പൊ നമുക്കും ആനന്ദമാണ്. ആ ആനന്ദം പ്രകൃതിയിലും ഉണ്ടാകുന്നു. ഇതെല്ലാം ചേരുന്നൊരു പുണ്യസുദിനം എന്ന് പറയുമ്പോൾ പ്രകൃതിയിൽ പരാശക്തി പരമേശ്വരനുമായി മേളിക്കുന്ന എവിടെയാണ്? ആ മേടരാശിയിലാണ്. അത് സൂര്യന്റെ ഉച്ചരാശിയാണ്. സൂര്യൻ നമ്മളെ സംബന്ധിച്ച്, മലബാര സമ്പ്രദായത്തെയൊക്കെ സംബന്ധിച്ചൊരു സൂര്യൻ നല്ലച്ഛനായിട്ടാണ്. ഉദി ഭഗവാൻ, കതിരവൻ എന്നൊക്കെ പറയും. എന്നാ നമ്മൾ തന്ത്രത്തെ സംബന്ധിച്ചെന്നാണ് ഈ പരമശിവൻ ശിവത്വമാണ് ആരോപിക്കുന്നത്. ധിയോ യോന പ്രചോദന സവിതാവ് മഹാവിഷ്ണുവിനെ പറയുന്ന രീതിയുണ്ട്. ജ്ഞാനദേവത സരസ്വതിയാണ്, നീലിയാണ്, ഒക്കെ ആ പറയുന്ന സൂര്യനാണ്. അപ്പൊ ബോധമാണ്, പ്രകാശമാണ്. ധീ, ആ പ്രകാശത്തെ കുറിക്കുന്ന ആ സൂര്യനെ കൊണ്ടാണ്. അപ്പൊ ഈ പറയപ്പെടുന്ന ആ പ്രകാശം അല്ലെങ്കിൽ ആ സൂര്യൻ, അത് മേടത്തിലേക്ക് പ്രവേശിക്കാന്ന് പറയുമ്പോൾ എന്താണ്? ജ്ഞാനം പ്രകാശിക്കുന്നു, അവിടെ വെളിച്ചം വീഴുന്നു, അവിടെയാണ് പ്രകാശം. ആ പ്രകാശത്തിലൂടെ കൂടി നമുക്ക് എന്താണ്? എല്ലാം പ്രകാശം ഉണ്ടാകും. ഇപ്പൊ നമ്മളെ നിങ്ങൾ കാണുന്നത് പ്രകാശം കൊണ്ടാണ് ഇല്ലേ? വെളിച്ചമുള്ളത് കൊണ്ടാണ്. ഈ വെളിച്ചം പോലെ നമുക്കെല്ലാം തെളിഞ്ഞു. ആ തെളിച്ചത്തിന് വേണ്ടിയിട്ടാണ് ഈ ഗായത്രി ജപിക്കുന്നത്, നമ്മൾ കുലദേവത ഉപാസന ചെയ്യുന്നത്. കുലദേവത എപ്പോഴും മൂലാധാര സ്ഥിതമാണ്. ചതുരശ്രമായിരിക്കുന്ന മൂലാധാര സ്ഥിതം, കുലാധാരം നമ്മൾ പറയും, കുലാധാര സ്ഥിതമാണ്. മൂലാധാരത്തിലിരിക്കുന്ന ദേവതയെ ഉപാസിക്കുന്നത് സ്വാഭാവികമായിട്ട് ഉയരാൻ വേണ്ട. നമ്മൾ അടുപ്പിൽ തീ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീ കൊളുത്തുന്നത്. അത് മുകളിലേക്ക് ആളി കത്തണം, അപ്പോഴേ പാത്രത്തിലെ വെള്ളം ചൂടാവുള്ളൂ ഇല്ലേ? ഇത് പറഞ്ഞ പോലെ താഴെയും കുലാധാരത്തിൽ നമ്മൾ കുലദേവതയെ ആരാധിക്കുമ്പോ, അത് നമ്മളുടെ മലബാര സമ്പ്രദായത്തിലായിരിക്കാം, അല്ലെങ്കിൽ ശാക്തേയത്തിലായിരിക്കാം, ഗൗളത്തിലായിരിക്കാം, വൈഷ്ണവം, വൈദികം, ഏത് സമ്പ്രദായമായാലും കുഴപ്പമില്ല. മറ്റു മതങ്ങളാണെങ്കിലും ശരി, അവരുടെ നിത്യാരാധനകൾ, പ്രാർത്ഥനകൾ എല്ലാം തന്നെ ഇത് സംഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് ജിബ്രിയേലും ഗബ്രിയേലും ഒക്കെ ഉയർന്നു വന്ന് 7 ലോകം പോയതൊക്കെ ആയിട്ട് അവരും പറയുന്നത്. അപ്പൊ എന്തായാലും അത് അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഉള്ള ജീവശക്തി ഉണർന്ന് ഇവിടെ മേളിക്കും. ആ മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള, അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ടുള്ള അമൃതധാര നമ്മൾ പല രീതിയിലാണ് ചിത്രീകരിക്കുക. ഉത്സവമൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഗുരുത്തോല തൂക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. വെറ്റില, ഗുരുത്തോല അല്ലേ, മാവിന്റെ ഇലയും ഒക്കെ തൂക്കുന്നതായിട്ട് കാണാൻ പറ്റും. ആലും മാവും ചേർത്ത് നമ്മൾ ഈ, എല്ലാവർക്കും അറിയില്ല, ഈ കലശമൊക്കെ ശ്രദ്ധിക്കുന്നവർക്ക് അറിയാൻ പറ്റും. കലശം എന്ന് പറഞ്ഞാൽ നമ്മൾ ചാത്തിന് കൊടുക്കുന്ന കലശമല്ല, മറിച്ച് ഈ ക്ഷേത്രത്തിലൊക്കെ നടക്കുന്ന വലിയ കലശങ്ങൾ, പഞ്ചവിംശതി പോലെയുള്ള ഒറ്റ കലശം പോലെ, സഹസ്ര കലശം പോലെയൊക്കെയുള്ള വിശേഷ കലശങ്ങളുണ്ട്. അവിടെ ആലുംഭാവും ചേർത്ത് വയ്ക്കുന്നതാണ്. ആലുംഭാവും ആത്മാവും എന്ന് പറയും. പക്ഷെ മറിച്ച്
ശിവശക്തി സങ്കല്പത്തിൽ ആ മേളനം നടത്തുന്നത്. അപ്പൊ അതുപോലെ കുരുത്തോല പോലെ വനം ഇല്ലെങ്കിൽ നമ്മളുടെ ഈ പൂക്കുല പോലെയൊക്കെയാണ് സർപ്പത്തിന് ഒന്നും പൂക്കില്ല, മറ്റതിന് തെങ്ങും പൂക്കിലേക്ക് വെക്കില്ല. ഇതുപോലെ ഉള്ള ആ ഒരു അമൃതധാരയുടെ ആനന്ദത്തിന്റെ ഒരു ആവിഷ്കാരമാണ് കണിക്കൊന്നയൊക്കെ വെക്കുക അല്ലെ. സ്വർണ്ണവർണ്ണമുള്ള പുഷ്പങ്ങളാണ് ഇത്. ഈ സമയത്താണ് വിരിയ. അതാ ഋതുക്കളുടെ മാറ്റത്തിന്റെ ഭാഗ്യം ഇപ്പോഴുണ്ടാവും. കുറച്ച് മുന്നേ ഋതുവിലെ ഈ കാലത്തിന്റെ മാറ്റം എന്ന് വെച്ചാൽ ഋതുവിന് ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ പരമ്പരാഗതമായി എടുത്തു വരുമ്പോൾ നമ്മൾ ആ ചേഞ്ചിനെ നമ്മൾ എടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ഇതൊക്കെ ശരിക്കും പുനഃക്രമീകരണം നടക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇതിനെയൊക്കെ ഒന്ന് ക്രമീകരിച്ച് മാറ്റേണ്ടത് നമ്മളിപ്പോ മേടം എന്നൊക്കെ നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കണ്ട് വരേണ്ടത് കഴിഞ്ഞിരിക്കുന്നു. പണ്ട് നമ്മുടെ ആചാര്യന്മാര് ചെയ്തു വെച്ചതാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അതുകൊണ്ട് എന്താണ് കുറേ മുന്നേ തന്നെ നമുക്ക് കണിക്കൊന്നും പൂക്കുന്നതായിട്ട് കാണാൻ പറ്റും. പണ്ട് അങ്ങനെയല്ല. പണ്ട് കുറച്ചൊക്കെ ഇതിനോട് ചേർന്നിട്ടാ വരിക. അപ്പോ അതിന്റെ ആ പ്രകൃതിയുടെ ആനന്ദത്തിന്റെ ആവിഷ്കാരമായിട്ടുള്ള നമ്മൾ വീട്ടിൽ തയ്ക്കുമ്പോൾ എന്താണ് ആ ഒരു അനുഭൂതിയുടെ കുരുത്തോലയുടെ ഒക്കെയുള്ള ആ പോലെ ഒരു പ്രതീതി അത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ സ്വർണ്ണവർണ്ണമാണ്. സ്വർണം കണി കാണാൻ വിശേഷപ്പെട്ടാണ് അല്ലേ. അപ്പൊ സ്വർണ്ണവർണ്ണമായിരിക്കുന്ന പീതവർണ്ണമായിരിക്കുന്ന പീതവർണ്ണം മഞ്ഞവർണ്ണം. എന്താ മഞ്ഞവർണ്ണത്തിന്റെ പ്രത്യേകത? ഇപ്പൊ പീതാംബരൻ എന്നൊക്കെ നമ്മൾ കൃഷ്ണനെയൊക്കെ വിളിക്കും ഇല്ലേ. ഭഗവാൻ മഹാവിഷ്ണുവിനെയൊക്കെ പീതാംബരൻ എന്നൊക്കെ വിളിക്കും. എന്താ പീതാംബരം? പീതാംബരം എന്ന പീതം എന്ന വാക്കിന് കേവലം മഞ്ഞ എന്നുള്ള അർത്ഥം മാത്രമല്ല, വേദം, അറിവിനെ ഈ പറയുന്ന വസ്ത്രമാക്കിയവൻ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ മഞ്ഞ വർണ്ണം വെക്കുമ്പോ എന്താണ്? അറിവാണ്, വേദങ്ങളാണ്, അറിവുകളാണ്, അറിവാകുന്നു. അറിവിനെ ഉപാസിക്കുന്നവരാണ് നമ്മള് സനാതനികൾ. അറിവിനെയാണ്. ഏതു സമ്പ്രദായവും ഏത് സമുദായങ്ങളിലേക്ക് നോക്കിക്കോളൂ, അറിവിനെ ഉപാസിക്കുന്നവരാരുമില്ല. കലപ്പയെ പോലും ആരാധിക്കുന്ന അറിവാണ്. കലപ്പ അറിവാണ് ഇല്ലേ. അരിവാൾ അറിവാണ്. അതുപോലെ തന്നെയാണ് ശംഖ് അറിവാണ്, ചക്രം അറിവാണ്, എല്ലാം അറിവാണ്. അറിവിന് എഴുത്താണി ഉപാസിക്കുന്നവര്, കളരിയിൽ ആളിനെ ഉപാസിക്കുന്നവര്, അല്ലെങ്കിൽ ഈ തോണിയിൽ കൊണ്ട് തുഴയെ ഉപാസിക്കുന്നവര് ഒക്കെ വ്യത്യസ്തമായിട്ട് എല്ലാം തുടിയെ പറയെ ഒക്കെ അല്ലെങ്കിൽ എന്താ പറയാ നമ്മളുടെ ഇടക്കയെ ഒക്കെ ഉപാസിക്കുന്നവര്, ചിലങ്കയെ ആരാധിക്കുന്നവര്, അങ്ങനെ എന്തെന്നില്ലാത്ത എല്ലാത്തിനെയും നമ്മൾ ആരാധിക്കണം. എന്താണ്? ഒക്കെ അറിവാണ്. അറിവ് എവിടുന്ന് വന്നു? സാക്ഷാൽ ഭഗവാന്റെ ഡമരുവിൽ നിന്ന് വന്നു എന്ന്. അപ്പൊ അങ്ങനെയുള്ള അറിവിന്റെ ഭാഗം കൂടിയാണ്. അറിവിനെയാണ് നമ്മൾ കണി കാണുന്നത്. അറിവുണ്ടായാൽ ഒക്കെ ആയി. അറിവില്ലെങ്കിൽ നമുക്ക് പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല. അറിവുണ്ടായാലോ പിന്നെ എല്ലാം വരും. എല്ലാം ഉണ്ടായിട്ടും അറിവില്ലെങ്കിൽ അതൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ അറിവ് കൂടിയാണ് നമ്മുടെ ഈ കണിക്കൊന്ന എന്ന് പറയുന്നത്. അപ്പൊ കണിക്കൊന്ന വെച്ചിട്ട് നമ്മൾ കണി കാണും. പടക്കം പൊട്ടിക്കുന്നതിന് വേണ്ട നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ ഒരു നമ്മുടെ പരാശക്തി, കുണ്ഡലിനി ശക്തി, കുലദേവത നമ്മുടെ ഉള്ളിൽ അതുപോലെ പ്രകൃതിയിൽ ഉയർന്നു പൊന്തുമ്പോൾ, പരാശക്തി ഉയരുമ്പോൾ, ഓരോ ആധാരങ്ങൾ കടന്നു പോകുമ്പോൾ അവിടെയൊക്കെ അത് പൊട്ടും, വിസ്ഫോടനം സംഭവിക്കും. അവസാനം സഹസ്രതലപത്മത്തിലും അത് സഹസ്രാര ഭേദനം നടക്കും. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സിംബോളിക്കായിട്ട് എന്ത് ചെയ്യും? നമുക്ക് സിംബോളിക് വർഷിപ്പാണ് നമ്മൾ. അതിനാണ് മറ്റു മതങ്ങളൊക്കെ പലപ്പോഴും അറിവില്ലാണ്ട് ഇതിനെക്കുറിച്ച് പഠിക്കാണ്ട് ആക്ഷേപിക്കുന്നത്. ഇതെന്തോ ബഹുദൈവ ആരാധനയാണ്, എന്താ പറയാ, അതുപോലെ തന്നെ പിശാചിലേക്ക് പോകുന്നതാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അവരുടെ ആ വിശ്വാസത്തെ നമുക്ക് മാനിക്കാം. എന്താണ്? അവരത് പറയട്ടെ. അവർക്ക് അറിവില്ലാണ്ടല്ലേ. അറിവില്ലാത്തത് കൊണ്ടാണല്ലോ അറിവുകേട് പറയുന്നത്. അറിവുകേടിന് എന്ത് ചെയ്യണം? എന്തെങ്കിലും വരുമ്പോ നമുക്ക് അറിവ് പറഞ്ഞ് മനസ്സിലാക്കാം. അതൊരു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ എന്ന്. അറിവില്ലാത്തവരെന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമുണ്ട്? ഒരു കുഴപ്പമില്ല. അവരാ വഴിക്ക് പോട്ടെ. അറിവ് ചോദ്യങ്ങൾ അറിയാനായിട്ടാണെങ്കിൽ അറിവ് കൊടുക്കാം. വെറുതെ കുറ്റപ്പെടുത്താനും തർക്കിക്കാനും അവരെ വഴിക്ക് പോട്ടെ. അവരുടെ ജീവിതം അങ്ങനെ പോട്ടെ. അത്രയേ ഉള്ളൂ നമ്മുടെ ധർമ്മം. നമ്മുടെ ധർമ്മം നിർബന്ധിത മതപഠനം പറഞ്ഞിട്ടില്ല. ചോദിച്ചു വരുന്നവന് അവന്റെ പാത്രം അറിഞ്ഞുകൊണ്ട് വിളമ്പി കൊടുക്കാന്നേ ഉള്ളൂ. കുറ്റം പറയുന്നവർക്ക് അത് പറയാം. അപ്പൊ അതുകൊണ്ട് സിംബോളിക്കായിട്ടുള്ള ഈ ആവിഷ്കാരത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ നമ്മള് അടക്കം പൊട്ടിക്കുക, അതുപോലെ തന്നെ കമ്പിത്തിരി, പൂത്തിരി എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ കത്തിക്കുന്നതൊക്കെ അതൊക്കെ ഇതിന്റെ ഈ ആധാരവേദനത്തിന്റെ ഭാഗമായിട്ടാണ്. സാധകനിൽ സംഭവിക്കുന്ന, പ്രകൃതിയിൽ സംഭവിക്കുന്ന ഈ അതിന്റെ ഒരു ആവിഷ്കാരമാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ. ഒരു പരിധി വേണം കേട്ടോ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ എന്താണ്? പിന്നെ നമ്മൾ കണിയാണ്. ഇപ്പൊ നമ്മളൊരു വിഷയം അതാണ് അല്ലേ. നമ്മള് ഈ പറയുന്ന ശാക്ത, കൗള, മലബാര സമ്പ്രദായം പിൻപറ്റുന്ന കുലാചാരികൾ എന്താണ് കണി കണ്ടേ എന്നാണ് നമ്മൾ നിങ്ങളോട് ചോദിക്കുന്നത്. എന്താണ് കണി കണ്ടേ? സാധാരണ എന്താ കണിയാണ്? സാധാരണ നമ്മൾ കണിക്കൊരുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭഗവാൻ കൃഷ്ണന്റെ രൂപം വെച്ചിട്ടുണ്ടായിരിക്കും. ഇത് ശ്രീകൃഷ്ണ രൂപം. ആ ശ്രീകൃഷ്ണ രൂപം ചിലപ്പോൾ ഒരു ഉരുളിയിലായിരിക്കും, ചിലപ്പോൾ എല്ലാവർക്കും ഉരുളി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ ചെറിയ പാത്രത്തിലോ അല്ലെങ്കിൽ ചെറിയ മേശപ്പുറത്തോ അല്ലെങ്കിൽ നിലത്തോ പലകയിലോ എവിടെയിലൊക്കെ വെച്ചിട്ട് അതിന്റെ ചുറ്റോറം കുറച്ച് ഫ്രൂട്ട്സ്, അരി, അതുപോലെ തന്നെ നമ്മൾ ഗ്രന്ഥം, പുസ്തകങ്ങള് പോലെ കെട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കാം. ഗ്രന്ഥക്കെട്ട് അങ്ങനെ ഇട്ടാണെങ്കിൽ അങ്ങനെ ആയിരിക്കാം. കണ്ണാടി, ഫലമൂലാദികൾ പറഞ്ഞു, ധാന്യങ്ങൾ പറഞ്ഞു ഇല്ലേ. ഇങ്ങനെ ഇപ്പൊ ജ്യോത്സ്യന്മാരാണെങ്കിൽ കവടി അല്ലെങ്കിൽ വെറ്റിലടയ്ക്ക
ഇങ്ങനെ എന്തൊക്കെയുണ്ടോ ചെപ്പുണ്ടായിരിക്കും, അങ്ങനെ എല്ലാം അഷ്ടമംഗലങ്ങളെല്ലാം വെക്കുന്ന രീതിയുണ്ട്. അങ്ങനെ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരുക്കി വെക്കും. നാണയം ഉണ്ടാവും, നോട്ടുള്ളവർ അതുണ്ടായിരിക്കും, ഇതൊക്കെ വെക്കും. എന്നിട്ട് കാലത്ത് വിളക്ക് തെളിയിച്ചിട്ട് നമ്മളത് കാണുന്നതാണ് സാധാരണ നമ്മൾ കണിയായിട്ട് പറയാം. ഇതൊക്കെ എന്താണ്? ഒക്കെ അഭിവൃദ്ധിയുടെ സ്വർണ്ണ വെള്ളരിക്ക ഇങ്ങനെ പറയാ. വെള്ളരിക്ക സ്വർണ്ണത്തിന്റെ അല്ല, അങ്ങനെ സ്വർണ്ണവർണ്ണല്ലേ, നല്ല മഞ്ഞ പച്ചാരം വെക്കാറില്ല, മഞ്ഞ ഓറഞ്ച് നിറക്കുള്ളതൊക്കെ വെക്കുക. എന്താ കാര്യം? അത് ഈ കണിക്കൊന്നയുടെ പോലെയാണ്. ഇനി ആ നിറം കണ്ടാൽ നമ്മൾ സനാതനികൾ അത് അറിയില്ല എന്ന് പറയുന്നത്. മഞ്ഞ നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നാരായണഗുരു മഞ്ഞ എടുത്തല്ലേ, അത് ബുദ്ധമതത്തിന്റെയാണ്, ഹിന്ദുമതത്തിന്റെ അല്ല എന്നൊക്കെ പറഞ്ഞ രീതിയൊക്കെ. ഈ ഗുരുക്കന്മാർ ഇപ്പൊ നമ്മൾ വരെ ഉൾപ്പെടുന്ന ഗുരുക്കന്മാരൊന്നും മതത്തെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടല്ല വസ്ത്രത്തെ ധരിക്കുന്നത്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആശയത്തെ വെക്കുന്നതാണ്. അപ്പൊ ആശയത്തെ വെക്കുമ്പോൾ ഗുരുദേവൻ മഞ്ഞ എടുക്കാൻ കാരണം, ബുദ്ധൻ മഞ്ഞ എടുക്കാൻ കാരണം അറിവിനെയാണ്. അതിപ്പോ ഹൈന്ദവമായിരിക്കുന്ന ദർശനങ്ങളിലും കാവ്യായാലും എന്തായാലും ഇപ്പൊ കാവ്യം എടുത്ത് എന്തിനു വേണ്ടിയിട്ട് അഗ്നി പറഞ്ഞു. അഗ്നി എന്താണ്? അഗ്നി മീളെ പുരോഹിതം, പുരോഭാഗത്ത് നിൽക്കുന്ന അഗ്നിയാണ്. എന്താണ്? അറിവാണ്. അറിവാ മുന്നിൽ നടക്കേണ്ട, അറിവുകേട് മുന്നിൽ നടന്നുണ്ടാവും. ഇടക്കാലത്ത് നമ്മൾ സനാതനികൾക്ക് സംഭവിച്ച പോലെ അപജയം സംഭവിക്കും. ഇപ്പോഴും അതിന്റെ ശേഷിപ്പുണ്ട്, അത് നമുക്കിന്ന് നാണക്കേടുമാണ്. അപ്പൊ അറിവാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഈ പറയുന്ന മഞ്ഞ ഇനി കാണുമ്പോ, അല്ലെങ്കിൽ മഞ്ഞയോട് റിലേറ്റഡ് കാര്യങ്ങൾ കാണുമ്പോ അറിവാണ്. നമ്മൾ പ്രഥമ അറിവിനെ ഉപാസിക്കുക. അതുകൊണ്ടാണ് ഓം നമ്മൾ പറഞ്ഞെന്താണ്? അകാരോകാരം സൃഷ്ടി സംഭാരമായിരിക്കുന്ന ആ പൂർണ്ണത അതെന്താണ്? അത് അറിവാണ്. സത്ത് ഗജ തമസോട് കൂടിയിരിക്കുന്ന ബ്രഹ്മസ്വരൂപം, ശിവസ്വരൂപം അതെന്താണ്? അത് അറിവാണ്. അറിവിനെ ഉപാസിക്കുന്നവരാണ് നമ്മൾ. അപ്പൊ ആ നിറം അതാണ്. അപ്പൊ ഇങ്ങനെയുള്ള സാധനം വെച്ച് നമ്മൾ കണി കണ്ടു. അപ്പോഴാണ് ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് നമ്മൾ കൃഷ്ണനെ വെച്ചു? എന്തുകൊണ്ട് നമ്മൾ കൃഷ്ണനെ വെച്ചേ? അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പറയാം, അത് മീശമാധവിലെ ദിലീപ് വീണ പോലെ, ജ്യോതിർമയി വീണതുപോലെ എല്ലാവരും കൃഷ്ണനെ വെക്കുന്നു, ഞാനും കൃഷ്ണനെ വെച്ചു. ഇത്ര തന്നെയുള്ളൂ, ഇത്ര തന്നെയുള്ളൂ. അല്ലാണ്ട് എന്തിനാ കൃഷ്ണൻ വെച്ചാൽ നമുക്കൊന്നുമില്ല. അപ്പൊ അവിടെയാണ് വൈഷ്ണവ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കൃഷ്ണൻ കടന്നു വരുന്നത്. വൈഷ്ണവത്തിന്റെ ഭാഗമായിട്ട്. എന്നാൽ തന്നെ ഇപ്പൊ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ ഉണ്ടാക്കിയ കൃഷ്ണനാണല്ലോ എല്ലായിടത്തും ഉണ്ടാവില്ലേ. അപ്പൊ പ്ലാസ്റ്റർ ഓഫ് പാരീസും ആ രൂപമൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയപ്പോഴല്ലേ കൃഷ്ണൻ ഉണ്ടായി. അല്ലെങ്കിൽ അതിന് മുമ്പ് കൃഷ്ണൻ ഉണ്ടാവുമോ? ഒരു സംശയവും ഇല്ല, എല്ലാ വീട്ടിലും കൃഷ്ണൻ ഇല്ല. അപ്പൊ നമ്മുടെ ഒന്നും കുട്ടിക്കാലത്ത് നമ്മളെ വീട്ടില് ഈ കണി വെക്കുമ്പോ കൃഷ്ണന്റെ രൂപമൊന്നും ഇല്ല. കണി ഉണ്ടാവും, കൃഷ്ണന്റെ രൂപമില്ല. നാളികേരം അതൊക്കെ ഉണ്ടാകിലും കൃഷ്ണൻ ഉണ്ടാവില്ല, ആ കണിക്കൊന്നൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ മൊബൈൽ നമ്പറിന്റെ കാര്യം ഇങ്ങനെ എഴുതുന്നുണ്ട്. ഇതിൽ മുഴുവൻ ടൈപ്പ് ചെയ്ത് വെച്ചതാണ്. അത് ഇതിൽ കാണിക്കുന്ന നേരത്തെ മുഴുവൻ കാണിക്കാത്തതാണ്. ഇവിടുത്തെ ഫോൺ നമ്പർ ഈ പറയുന്ന അതിന്റെയൊക്കെ മുകളിൽ, ഈ എഴുതി വെച്ചതിന്റെയൊക്കെ മുകളിൽ, ഇതിന്റെ മുകളിൽ ഒരു ക്യാപ്ഷൻ ഉണ്ടാവും. അതിന്റെ അടിയിൽ കൃത്യമായിട്ട് മൊബൈൽ നമ്പർ ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് നമുക്കാണ് വിട്ട് കളയാം. മൊബൈൽ നമ്പർ അല്ലല്ലോ നമ്മളുടെ വിഷയം. നമ്മൾ എപ്പോഴും നിങ്ങളുടെ വിളിപ്പുറത്തില്ലേ, അതുകൊണ്ട് അതല്ല വിഷയം. അപ്പൊ എന്തായാലും ശരി, എന്താ വെച്ചാൽ സംസാരിക്കുന്നതിന് ഒഴുക്കാണ്. അതിൽ ഒഴുകി വരുമ്പോ അത് തടസ്സം വന്നു കഴിഞ്ഞാൽ പോയില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് ക്ഷമിക്കുക എല്ലാവരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കുട്ടിക്കാലത്തൊന്നും കൃഷ്ണന്റെ രൂപം ഇല്ല. എന്നിരുന്നാലും കണിയുണ്ട്. പിന്നീടാണ് ഈ കൃഷ്ണന്റെ രൂപം പ്ലാസ്റ്റർ ഓഫ് പാരീസിലൊക്കെ ലഭ്യമായിട്ട് കിട്ടും. അപ്പൊ നമ്മള് ഈ വൈഷ്ണവമായിരിക്കുന്ന സിദ്ധാന്തത്തിന്റെ ഭാഗമായിട്ടാണ് കൃഷ്ണൻ കയറി വരുന്നത്. അപ്പോ മറ്റുള്ള ഇപ്പൊ കുലാചാരികളെ സംബന്ധിച്ച്, കാളി ഭക്തരെ സംബന്ധിച്ച്, നീലി, കാളി, ചാത്തൻ തുടങ്ങിയ ആ ഒരു സമ്പ്രദായത്തിൽ പോകുന്നവരെ, അല്ലെങ്കിൽ പരാശക്തിയുടെ സമ്പ്രദായത്തിൽ പോകുന്നവർക്ക് കൃഷ്ണനെ വെക്കണമെന്നൊരു നിർബന്ധമില്ല. അവർക്ക് അവരുടെ ഇഷ്ടദേവതയെ വെച്ചാൽ മതി. ഈ കൃഷ്ണനെ വെച്ചാലോ, അയ്യോ കൃഷ്ണനെ വെച്ചാലും വിരോധമില്ല കേട്ടോ. കാരണം നമ്മളെ സംബന്ധിച്ചിട്ട് എല്ലാത്തിലും ഒരുപോലെ കാണാൻ കഴിയാന്നുള്ള. പക്ഷെ എന്താ വെച്ചാൽ വൈഷ്ണവർ ഈ കാളിയെ കൊണ്ട് വെക്കുമോ എന്ന് നമുക്ക് അറിയില്ല. കാരണം അവർക്ക് ഇത് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റും നമുക്ക് അറിയില്ല. ഇനി നമ്മൾ പറയാൻ പോകുന്ന പല വിഷയങ്ങളും അതിനെ പറഞ്ഞ് കേൾക്കുമ്പോൾ നമ്മുടെ ആളുകളിൽ വൈഷ്ണവത്വോ പശുത്വോ ഒക്കെ ബാധിച്ച ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് അത് വളരെ വ്യക്തമാവും. എന്താ വെച്ചാൽ അത്തരം ആളുകൾ എപ്പോഴും ഈ സെമിറ്റിക് മതങ്ങളുടെ പോലെ ആയിരിക്കുന്നു. ഈ വൈഷ്ണവിസം പിൻപറ്റുന്ന ഹൈന്ദവരുടെ ഏറ്റവും വലിയ പ്രശ്നം അവർ സെമിറ്റിക് മതങ്ങളുടെ വീക്ഷണത്തിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു. തങ്ങളുടേത് മാത്രം ശരിയെന്നും മറ്റുള്ളത് തെറ്റാണെന്നൊരു ധാരണ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വരികയും അവർ ഉത്കൃഷ്ടരാണെന്ന് മറ്റൊരു മോശമാണെന്ന് ഈ കാസ്റ്റ് സിസ്റ്റം പ്രവർത്തിക്കുന്ന ഒരു രീതിയിലേക്ക് ഇവർ മാറിയിട്ടുണ്ട്. അതാണ് മാറേണ്ടത്. അങ്ങനെയില്ല. ഈ വിഷ്ണു പുരാണത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിനോട് ബന്ധപ്പെട്ട പുരാണത്തിൽ പോലും ശാക്തേയമായ പദ്ധതിയിൽ ഇന്ന ഇന്ന ദ്രവ്യങ്ങളുണ്ടത് അങ്ങനെ തന്നെ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മളിത് പറയുമ്പോ ഈ അബദ്ധ വൈഷ്ണവീകത അബദ്ധമാണ്. ആചാര്യന്മാരിൽ പോലും ചില അബദ്ധം പറയുന്ന ആളുകളുണ്ട്. ഇതൊക്കെ തെറ്റാണ്, ഇങ്ങനെയല്ല, അതൊക്കെ നരകമാണ്, അതൊക്കെ മഹാപാപമാണ് എന്ന് പറഞ്ഞ ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ആ ഒരു ധാരണ മാറണം. അപ്പൊ അതുകൊണ്ട് വൈഷ്ണവർ എത്രത്തോളം കാളിയെ ഈ വിധത്തിൽ കാണും നമുക്ക് അറിയില്ല. പക്ഷെ നമുക്ക് കാണാൻ കഴിയണം. എന്തുകൊണ്ടാണ്? കൃഷ്ണനെ വെക്കുമ്പോ നമുക്ക് വിരോധമൊന്നുമില്ല. കൃഷ്ണത്വ കാളി എന്നൊരു പ്രമാണമുണ്ട്. കാളി തന്നെയാണ് കൃഷ്ണൻ, കൃഷ്ണൻ തന്നെയാണ് കാളി എന്ന്. പല പുരാണങ്ങളിലും അതിന് അഭിപ്രായമുണ്ട്.
കാളികാപുരാണെന്ന് തോന്നുന്നു, നമുക്ക് ഓർമ്മ വരുന്നില്ല. എന്തായാലും ശരി, ഈ കൃഷ്ണനായിട്ട് ജനിക്കുന്നത് കാളി തന്നെയാണെന്നാ പറഞ്ഞത്. മഹാവിഷ്ണുവാണ്, പക്ഷെ എന്നാ പോലും ആ കാളിയുടേതായിരിക്കുന്ന പരിപൂർണ്ണ. അത് നോക്കി നോക്കൂ, കൃഷ്ണന്റെയും കാളിയുടെയും ഒക്കെ ആ മുടിയെന്ന് നോക്കൂ, വനങ്കുല പോലെ വർണ്ണം നീലയാണ് ഇല്ലേ. അങ്ങനെ ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. ഒരുപാട് ലക്ഷണങ്ങളെ കൊണ്ട് ആ കാളിയുടെ സ്വരൂപം പൂർണ്ണമായി ഭഗവാനിൽ വന്നു പോകുന്ന നമുക്ക് കാണാൻ പറ്റും. ഭഗവാനിൽ വന്നു എന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് രണ്ടും വേറെയല്ല. ഇനി അല്ല നമുക്ക് കാളിയെ വെക്കണമെങ്കിൽ കാളിയെ തന്നെ വെക്കാം. കൃഷ്ണനാണെങ്കിലും നമുക്ക് നമ്മുടെ സമ്പ്രദായത്തിലൂടെ മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ നമ്മൾ നമ്മുടെ സമ്പ്രദായം പൂർണ്ണമായിട്ട് അവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്ന് നമ്മൾ എല്ലാവരും ഒന്ന് വിചാരം ചെയ്യേണ്ടതില്ലേ? നമ്മുടെ സമ്പ്രദായം. അപ്പൊ അവിടെയാണ് നമ്മുടെ സമ്പ്രദായത്തിൽ ഈ പറയപ്പെടുന്ന ഫലമൂലാദികളും, അതുപോലെ തേങ്ങ, അതുപോലെ നമ്മുടെ ഈ ധാന്യങ്ങള്, ഇത്തരം കാര്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ വെച്ചു, വെറ്റിലടക്കൊക്കെ വെച്ചു. ഇത് മാത്രമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും പറയട്ടെ, ഈ ശാക്ത കൗള മലബാര സമ്പ്രദായം കുലാചാരികളെ സംബന്ധിച്ചിട്ട് ഒരു വാമ പദ്ധതിയോട് കൂടിയിട്ടേ നമ്മള് ബലിപൂജാദികൾ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഇത് മാത്രമല്ല, നമുക്ക് മദ്യം, മത്സ്യം, മാംസം എന്നിവ കൂടി കണിക്ക് വെക്കാൻ വിധിയുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കാം. വെക്കണം എന്ന് പറയാൻ നമ്മൾ ആളല്ല, വെക്കണം എന്ന് പറയാൻ ആളല്ല, വിധിയുണ്ടെന്നാ പറഞ്ഞത്. നമുക്ക് അറിയോ അറിയില്ല, നിങ്ങളുടെയൊക്കെ നാട്ടിൻപുറത്ത് അന്വേഷിച്ചാൽ പറയാൻ പറ്റും. ചിലപ്പോൾ നമ്മുടെ രക്തമൊക്കെ കാണുന്ന നേരത്തെ ചില ആളുകൾ പറഞ്ഞേക്കാം, ഓ രക്തം കണ്ടു, നല്ല എന്താണ് ശുഭ ശകുനമാണെന്ന് പറയും, നല്ല ശകുനാണെന്നാ പറയാം രക്തം കണ്ട. അതുപോലെ തന്നെ മാംസം കണ്ടാലും പറയും. ആയുധം കണ്ട അങ്ങനെ പറയാറില്ല, പക്ഷെ എന്നാലും ശരി, ആയുധം കൊണ്ടല്ലേ മുറിവേൽക്കണം, ശരി, പക്ഷെ ആയുധം കൊണ്ട് മുറിവേൽക്കേണ്ട ആയുധം കണ്ടാൽ അത് ശകുനം നല്ലതായിട്ട് പറയാറില്ല. അപ്പൊ അതുകൊണ്ട് മാംസമൊക്കെ നമ്മുടെ ഈ സമ്പ്രദായത്തെ സംബന്ധിച്ച് മദ്യമാവട്ടെ മാംസാവട്ടെ അതൊരു ശ്രേഷ്ഠമായ വസ്തുവായിട്ടും അത് ദർശിക്കുന്നത് തന്നെ വളരെ ശ്രേഷ്ഠമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് നമ്മുടെ ഇത് എല്ലാ നാട്ടുകാർക്കുള്ളതല്ല, ആദ്യം പറയാം. ഈ സമ്പ്രദായം ഉൾക്കൊണ്ട് അത് ഗുപ്തമായി അകത്ത് നമ്മൾ കണിയൊരുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ സമ്പ്രദായത്തിൽ കൃത്യമായി ഗുരുപരമ്പരയുടെ ഭാഗമായിട്ട് അച്ഛനോ അമ്മയോ പൂർവികരോ ഗുരുപരമ്പരയെന്നോ എങ്ങനെ അറിവ് കിട്ടിച്ചാൽ ആ രീതിയിൽ പോകുമ്പോൾ ശാക്തേയ ദ്രവ്യങ്ങളോടുകൂടി കണി കാണുമ്പോൾ എന്താ പ്രത്യേകത? അത് നമ്മൾ മുന്നിൽ വെക്കുമ്പോൾ ആ ദേവിയുടെ ദേവന്റെ പ്രീതി നമുക്ക് ഉണ്ടായിരിക്കും. ഒപ്പോ നമ്മൾ ആ കണി കാണുന്ന നേരത്ത് നമുക്കും അതിന്റെ ഗുണമുണ്ട്. ഇത് എല്ലാവർക്കും ഉള്ളതല്ല. കുലദൈവ ആരാധന ശാക്തേയ കൗള മലബാര സമ്പ്രദായത്തിൽ വാമപദ്ധതിയോടുകൂടി ആചരിക്കുന്നവർക്ക് മാത്രമാണ് ഇതിന്റെ പശുവാചാരം അല്ലെങ്കിൽ പ്രതീകാത്മകമായിട്ട് ഇതൊന്നും ഉപയോഗിക്കാത്ത വെജിറ്റബിൾ മാത്രം കൈകാര്യം ചെയ്ത് വരുന്ന ആളുകൾക്കും അത്തരം സിദ്ധാന്തം കൊണ്ടുവരുന്നവരും ഇതൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അവരുടെ രീതി അവർക്ക് ഇപ്പോൾ പോകുന്ന പോലെ പോകാം. അതല്ലെങ്കിൽ കാളിയുടെ രൂപം വെച്ചോ അല്ലെങ്കിൽ കൃഷ്ണന്റെ രൂപമാണെങ്കിൽ പോലും ഇതുപോലെ നമുക്ക് കാണാം. അത് നമുക്ക് നമ്മുടെ സമ്പ്രദായ വിധി പ്രകാരം നമുക്ക് കൂടുതൽ പൂർണ്ണഫലത്തെയും പൂർണ്ണാനുഗ്രഹത്തെയും നൽകും. അവിടെയാണ് മദ്യം നമ്മൾ വെക്കുമ്പോൾ മദ്യത്തെ കുറിച്ച് ഭഗവാൻ പറയുന്നത് തന്നെ സുരാ ദർശന മാത്രേണ സർവ പാപേ പ്രമുച്യതേ എന്നാണ്. തദ്ഗന്ധഘ്രാണ മാത്രേണ ശതക്രതൂ ഫലം ലഭേത് എന്നും പറയുന്നു. അത് സുരാ ദർശന മാത്രേണ സർവ പാപേ പ്രമുച്യതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ മദ്യം വെച്ചിട്ട് അത് കണി കാണുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്താ വെച്ചാല് നമ്മുടെ സർവ്വ പാപങ്ങളും ഇല്ലാണ്ടാകും എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് സാക്ഷാൽ പരമേശ്വരൻ പരാശക്തിയോട് പറയുന്ന കാര്യമാണ്, നമ്മൾ ഉണ്ടാക്കി പറയുന്നതല്ല. തന്ത്രത്തിന്റെ അധികാരിക ഗ്രന്ഥം പാടുന്നതാണ്, അതും കൗളമാർഗത്തിന്റെ ആധികാരിക ഗ്രന്ഥം പാടുന്നതാണ്. ഇത് വൈഷ്ണവർക്ക് ബാധകല്ല. വൈഷ്ണവരാകുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ അച്ഛനും അമ്മയും അപ്പൂപ്പന്മാരും ഒക്കെ വൈഷ്ണവ സിദ്ധാന്തം ഫോളോ ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ കുലം വൈഷ്ണവ പദ്ധതിയിലാണ്. അല്ല നിങ്ങൾ കുലദൈവങ്ങളൊക്കെ കാളിയോ ഒക്കെ നീലിയോ അങ്ങനെയൊക്കെ തുടങ്ങുന്നതാണെങ്കിൽ പൂർവികർ കാണിച്ചെന്ന വഴിയിൽ ബലിപൂജകൾ ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ സമ്പ്രദായത്തിലാണ്. ഈ സമ്പ്രദായത്തെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റേത് സമ്പ്രദായത്തിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാലും നിങ്ങൾക്ക് പരിപൂർണമായ മോക്ഷവും മുക്തിയും ഉണ്ടാകില്ല എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ വെക്കുന്ന വിഗ്രഹത്തിൽ ഇരിക്കുന്ന കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്വധർമ്മോ നിതന ശ്രേയ പരധർമ്മോ ഭയാവഹ. അപ്പൊ എന്താണ് ശ്രേയാൻ സ്വധർമ്മോ എന്ന് ഭഗവാൻ വേറെ തന്നെ ഉണ്ട്. സ്വധർമ്മം അനുസരിക്കുന്ന ശ്രേയസ്കര, അതല്ലെങ്കിൽ അതാണ് ശ്രേഷ്ഠത്വം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അല്ലാണ്ട് പരധർമ്മം സ്വീകരിച്ചിട്ട് കാര്യമില്ല. ആ പരധർമ്മം സ്വീകരിച്ചുകൊണ്ട് തന്നെ എന്താണ് ഇതിനോട് നമുക്ക് ഭയം വരുന്നു ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ട്. ഇവിടെയാണ് ഈ മദ്യം ദർശിക്കുന്ന മാത്രയിൽ തന്നെ നമ്മൾ കണി വെച്ച് ദർശിക്കുമ്പോൾ നമുക്ക് എന്താണ് ഇവിടെ നമ്മുടെ പാപങ്ങൾ ഇല്ലാണ്ടാകും എന്നാണ്. തദ്ഗന്ധഘ്രാണ മാത്രേണ ശതക്രതൂ ഫലം ലഭേത് എന്നാണ് പറഞ്ഞത്. ഇതിന്റെ ഗന്ധം ആ മദ്യം നമുക്കറിയാം, അത് കണി കാണുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യില്ലേ, ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ മണം അടിച്ചാൽ തന്നെ എന്താണ് അത് 100 കണക്കിന് യാഗങ്ങൾ ചെയ്തതിന്റെ ഫലമാണെന്നാണ്. ഇത് നമ്മൾ പറയുമ്പോൾ അതിന്റെ അവസാനം വരെ കേൾക്കണം എല്ലാവരും. അല്ലാണ്ട് നമ്മൾ സിനിമ തുടങ്ങിയിട്ട് ഫസ്റ്റ് ആണ് കഴിയുന്ന അവിടെ ആ ഇന്റർവെൽ വരെ കണ്ട് തല്ലിപ്പൊളിയാണ് നീച്ചു കൊടുക്കാൻ. അപ്പൊ സെക്കൻഡ് ഹാഫ് അതായിരിക്കും അതിന്റെ പരിപൂർണത വരുന്നത്. പറഞ്ഞ പോലെ നമ്മളിത് പറയുന്നോട് കൂടി തന്നെ റിയാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ
നമ്മൾ അഭിപ്രായം പറയാനൊന്നും നിൽക്കരുത്. അത് മുഴുവനായിട്ട് കേൾക്കാനുള്ള സന്മനസ്. അതാണ് ഈ ഗുരുപരമ്പരകളോട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമ്മളോടല്ല, ഗുരുപരമ്പരയുടെ ഋഷീശ്വരന്മാരുടെ ദേവതകളോട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. ഭഗവാൻ പരമേശ്വരൻ പറഞ്ഞ വാക്കാന്ന് പറയുമ്പോൾ വെറുതെ പറയില്ല, ഇതിന് അറ്റം ഉണ്ടായിരിക്കുന്നു മനസ്സിലാക്കുക. അപ്പൊ കേട്ട ഉടനെ അയ്യടാ ഈ കള വെറ്റൂന്ന് കേൾക്കുമ്പോൾ കയറെടുക്കാൻ നിൽക്കരുത്. അപ്പൊ ഇങ്ങനെ മദ്യം നമുക്ക് വേണമെങ്കിൽ കണിക്ക് വെക്കാം, അത് ദർശിക്കാം. അത് നമുക്ക് ഈ പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ പാപങ്ങളെ നശിപ്പിക്കുമെന്നും അതിന്റെ മണം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നൂറുകണക്കിന് യാഗങ്ങൾ ചെയ്തതിന്റെ ഫലത്തെ നൽകുന്ന പറയുന്നത്. മദ്യത്തിൽ തന്നെ എങ്ങനെ പറഞ്ഞത്, നാരീകേല ഭവാശ്രീത എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ തെങ്ങുകളിനെ സംബന്ധിച്ച് ശ്രീത എന്ന് പറഞ്ഞാൽ ശ്രീകരമാണ് എന്ന്. അപ്പൊ തെങ്ങുകളിൽ നമ്മൾ കണി വെക്കുകയാണെങ്കിൽ അത് ശ്രീകരമാണ്. ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ് അല്ലേ, ശ്രേഷ്ഠമാണ്, പകരം വെക്കാനില്ലാത്തതാണ്, ഉത്കൃഷ്ടമായതാണ്, ആരംഭത്തിലുള്ളതാണ്, അതിന് മറ്റൊന്നുമില്ല, ശ്രീ. അപ്പൊ തെങ്ങിൽ നിന്ന് ചെത്തിയെടുക്കുന്ന കള്ള് നമ്മൾ കണി വെക്കുകയാണെങ്കിൽ നമുക്ക് ശ്രേഷ്ഠം. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഷാപ്പൊക്കെ നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് കാലത്ത് ഒരു തുള്ളി കള്ള് അവര് ചിരട്ടയിലെ വാതിൽ കൊടുത്തിട്ട് മുത്തപ്പന് വെക്കുന്നത് കാണാൻ പറ്റും. ഈ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടവർ മാത്രം ഇതിനെ കേൾക്കുമ്പോൾ അതൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പൊ ആ മുത്തപ്പന് വെക്കുന്ന എന്തിനു വേണ്ട, മുത്തപ്പനെ വിളിച്ചു, അവരത് കണ്ടു പ്രാർത്ഥിച്ചു, അവർക്ക് അത് ഐശ്വര്യത്തിന് വേണ്ട. ആ തെങ്ങുകൾ എന്തിനു വേണ്ടിയുള്ള, യജ്ഞത്തിന് വേണ്ടിയിട്ട്. എന്ത് യജ്ഞമാണ്? വൈദിക യാഗത്തിന് സോമം പോലെ താന്ത്രിക യജ്ഞത്തിന് ഈ ചെത്തുകള്ളാണ് പറഞ്ഞിരിക്കുന്നത്. ആ ചെത്തുകൾ എന്താണ്? ചെത്തുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാടൻ സമ്പ്രദായങ്ങളിൽ പറയാ തെക്കൻ ഭറങ്ങോടൻ. ഭഗവാൻ പരമശിവൻ സൃഷ്ടിച്ച ആദി ഗുരുവാണ്. ആ സമ്പ്രദായത്തിന്റെ മദ്യം ചെത്തുന്ന സമ്പ്രദായത്തിന്റെ ഗുരുവായിട്ട് തെക്കൻ ഭറങ്ങോടൻ. അവർ തെക്കൻ ഭറങ്ങോടൻ എന്താണ്? ഈ താന്ത്രിക യജ്ഞത്തിനെ മദ്യം ചെത്തുകൾ ഉണ്ടാക്കി യജ്ഞത്തിന്റെ ഭാഗമാക്കുന്ന ആ ഒരു ഋതിക്കാണ്. ഈ വൈദികത്തിൽ ഋതിക്കെന്ന് പറഞ്ഞ പോലെ ഇവിടെ ആചാര്യനാണ്. അപ്പൊ അങ്ങനെ അതെന്തിനാ? അപ്പൊ ചെത്തുകൾ എന്തിനാ? ഇങ്ങനെ കണി കാണാനും ഭഗവാന് സമർപ്പിക്കാനുമാണ്. പിന്നെ ഭഗവാൻ പറയാണ്, സുരാശക്തി ശിവോ മാംസം തദ്ഭക്ത ഭൈരവം സ്വയം. സുരാശക്തി, മദ്യം ശക്തി തന്നെ, പരാശക്തി തന്നെയാണ്. നമ്മൾ മദ്യം കേവലം പറയല്ല. ഈ മദ്യം എന്ന് പറഞ്ഞാൽ പരാശക്തിയുടെ സ്വരൂപമാണ്, ആനന്ദമാണ്. ഭഗവാൻ ആനന്ദം നൽകുന്നതാണ് പരാശക്തിയോട് ചേരുമ്പോഴാണ്, അല്ലെങ്കിൽ നിർഗുണമാണ്. സഗുണഭാവത്തിലേക്ക് വരുന്ന സമയത്ത് എന്താണ്? ശക്തിയോട് ചേരുമ്പോഴാണ്. തന്റെ പ്രകാശവും വിമർശമാകുന്ന പരാശക്തിയോട് ചേരുമ്പോഴാണ് ഭഗവാന് പരിപൂർണത ആനന്ദം ഉണ്ടാകുന്നതെന്ന് പറയുമ്പോൾ ഭഗവാൻ സുരാശക്തി, സുരശക്തിയാണ്. മദ്യം ശക്തി സ്വരൂപിണിയാണ്, ആനന്ദദായിനിയാണ്. മദ്യം വെറുതെ എന്തുകൊണ്ട് അഡിക്ഷൻ വരുന്നൊക്കെ എന്തുകൊണ്ട്? അതുകൊണ്ടാണ്. പക്ഷെ ഭഗവാൻ പണ്ട് കേവലം വിഷയാസക്ത ഭവത്വം എന്ന സംശയം. ഈ പറയുന്നത് കേട്ടാലാണ് ആസക്തിയോടുകൂടി പോയി കഴിഞ്ഞാലോ നിങ്ങൾ നശിക്കുന്നു ഭഗവാൻ പറഞ്ഞു. അതുകൊണ്ട് കേൾക്കുന്ന മാർഗത്തിലല്ല, കേട്ടു എന്നുള്ളത് കൊണ്ടല്ല, ഇത് ഉപയോഗിക്കാനല്ല, കണി കാണാനാ പറഞ്ഞത്. ഉപയോഗിക്കണമെങ്കിൽ ഗുരുപദേശത്തോടു കൂടി ഉപയോഗിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ നശിക്കുന്ന സംശയമില്ല. ശിവോ മാംസം, ഭഗവാൻ പരമശിവൻ ഞാൻ മാംസം തന്നെ, എന്റെ സ്വരൂപമാണ് മാംസം. ജഡാവസ്ഥയാണല്ലേ മാംസം എന്ന് പറഞ്ഞാൽ, ജഡാവസ്ഥയാണ്. അതിന് ജീവൻ ഉണ്ടാകുമ്പോഴുള്ളൂ, ശക്തിയോട് ചേരുമ്പോഴേ ഉള്ളൂ അത് സഗുണമാകുന്ന പ്രവർത്തിക്കുന്നത്, ക്രിയാത്മകമാകുന്നത്. അങ്ങനെ അത് മനസ്സിലാക്കുന്നവൻ എന്താണ്? ഭക്തോ ഭൈരവ സ്വയം. സ്വയം അതൊക്കെ മനസ്സിലാക്കുന്നവനാണ് സ്വയം ഭൈരവനായി മാറുന്നു, സാക്ഷാൽ ഞാൻ തന്നെയായി മാറുന്നു, ഭഗവാൻ പരമശിവൻ തന്നെയായിട്ട് മാറുന്നു. അപ്പൊ മദ്യം വെക്കാന്ന് പറഞ്ഞാൽ കേവലല്ല, അത് മദ്യത്തിൽ തന്നെ നമ്മൾ പറഞ്ഞ പല മദ്യങ്ങളും ഉണ്ട്. പക്ഷെ നമുക്ക് സാധാരണ സ്വീകാര്യമായത് ചെത്തുകളിലാണ്. അല്ലാണ്ട് നമ്മൾ ഇന്ന് ഗവൺമെന്റ് ഒന്നും അടിച്ചിറക്കുന്ന റമ്മോ ബ്രാൻഡിയോ വിസ്കിയോ തുടങ്ങുന്ന വിഷങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അത് വിഷമായിട്ടാണ്, അത് വെറും മലമായിട്ടാ പറഞ്ഞിരിക്കുന്നത്. അത്തരം കാര്യങ്ങൾ മലമാണ്, അതിലൊന്നുമില്ല. ഇത് കെമിക്കൽ ഉണ്ട്. അതുകൊണ്ട് വിഷാംശം കലർന്നത് ഈശ്വരനെ സമർപ്പിക്കാൻ പാടില്ല. അല്ലാണ്ട് പ്രകൃതിദത്തമായതാണ് ഈശ്വരനെ സമർപ്പിക്കേണ്ടത്. അത് തന്നെയാണ് കണി കാണേണ്ടത്. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ കൂടാതെ എന്താണ്? മദ്യം തത് ഉത്തമം ദേവി ദേവാനാം പ്രീതിദായകം എന്നാ പറഞ്ഞിരിക്കുന്നത്. മദ്യം തത് ഉത്തമം ദേവി, ദേവി മദ്യം വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അത് ദേവീ ദേവന്മാർക്ക് പ്രീതിദായകമാണ്. അത് ദേവീ ദേവന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള മദ്യം. അത് നമ്മൾ കൂടി കണി കാണുകയാണെങ്കിൽ ശ്രേഷ്ഠമാണ്. അത് ശാക്ത കൗള മലവാര സംബന്ധിയായിരിക്കുന്ന കുലാചാരം വാമപദ്ധതിയോടുകൂടി ഉപയോഗിക്കുന്ന മദ്യം ഉപയോഗിക്കാം. ഇതുകൂടാതെയോ മാംസം തു ത്രിവിധം പ്രോക്തം ഗഭൂ ജലചരം പ്രിയേ എന്നാണ്. അപ്പോ മാംസം 3 വിധത്തിലുണ്ടെന്ന് എന്താണ്? ആകാശമാർഗത്തിലൂടെയും ഭൂമിമാർഗത്തിലൂടെയും ജലമാർഗത്തിലൂടെയും സഞ്ചരിക്കുന്ന സാധനങ്ങളുടെ മാംസം 3 വിധമുണ്ട്. മാംസദർശന മാത്രേണ സുധാദർശന ഫലം. അപ്പോ മാംസം ദർശിക്കുന്ന മാത്രമാണ് എന്താണ്? സുരാദർശന ഫലം എന്നാണ്. മദ്യം ദർശിച്ച അതേ ഫലത്തെ നൽകുന്നു. മദ്യം ദർശിച്ചാൽ നമുക്ക് പാപമുണ്ടാകില്ല. അതുപോലെ എന്താണ്? നമുക്ക് യാഗങ്ങൾ ചെയ്ത ഫലം കിട്ടുന്ന അതുപോലെ അതേ ഫലം മാംസം ദർശിച്ചാലും കിട്ടും. മാംസം നമുക്ക് വേണമെങ്കിൽ പക്ഷികളുടെയോ അല്ലെങ്കിൽ മൃഗങ്ങളുടെയോ അല്ലെങ്കിൽ ജലത്തിലൂടെ മത്സ്യം അത്തരം കാര്യങ്ങളുടെയോ അതും ഒരു നിയമം അനുശാസിക്കുന്ന രാജ്യത്ത് ആ നിയമം
ലംഘിച്ചുകൊണ്ട് അവരുടെ നിയമത്തിന് അനുശാസിക്കുന്ന രീതിയിൽ അനുവദിച്ച മാംസം, നിയമം അനുവദിച്ച മാംസം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സമ്പ്രദായ പ്രകാരം ബലി അർപ്പിച്ചിട്ട് ഈശ്വരന് സമർപ്പിച്ചിട്ട് വേണം നമ്മൾ അതിനെ കണിക്ക് ഉപയോഗിക്കാൻ. കടയിൽ നിന്നൊന്നും വാങ്ങിക്കൊടുക്കുന്നതല്ല, അങ്ങനെ ഉപയോഗിക്കാൻ. അതിന് ഒരിക്കലും തന്നെ നിയമത്തിൽ ഒരു തെറ്റും ഇതുവരെ പറഞ്ഞിട്ടില്ല. കേരളത്തിലൊരു നിയമം നിൽക്കുന്നു എന്നല്ലാതെ ഭരണഘടനാപരമായിട്ട് അതൊരിക്കലും തന്നെ ഹിന്ദു ധർമ്മത്തിലെ ബലി ആചാരം നിരോധിക്കാൻ ഭരണഘടന, ഇന്നത്തെ ഭരണഘടന ഉള്ളിടത്തോളം കാലം നിരോധിക്കാൻ ഒരു സർക്കാരിനും കഴിയില്ല. പ്രത്യേകിച്ച് കേന്ദ്ര നിയമം നിലയ്ക്ക് സംസ്ഥാന സർക്കാരും നിയമം ഉണ്ടാക്കാൻ പറ്റില്ല. ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമം മാത്രമാണ്. അത് സത്യം പറഞ്ഞ പരമോന്നത കോടതിയിൽ എടുത്ത് നീക്കം ചെയ്യാൻ പറ്റുന്ന, കോടതിയുടെ ഇടപെടലോടുകൂടി നീക്കം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിലൊന്നും ഒരിക്കലും നമ്മളുടെ ഈ പറയുന്ന വിശ്വാസപരമായിട്ടൊരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് മറ്റു മതസ്ഥർ അവരുടേതായിരിക്കുന്ന കാര്യങ്ങളിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ അപ്പൊ ഇതിലൂടെ മാംസം കാണാം എന്ന് പറഞ്ഞു, മദ്യം കാണാമെന്ന് പറഞ്ഞു. അത് ദർശിക്കുമ്പോൾ വളരെ ശ്രേഷ്ഠാണെന്നും പറഞ്ഞു. ഇത് കുല കൗള മാർഗത്തിൽ നമ്മൾ പോകുമ്പോഴുള്ള കാര്യമാണ് ഭഗവാൻ പറഞ്ഞത്. അതാണ് നമ്മൾ കാണും ചെയ്യേണ്ടത്. എന്നാൽ ഇത് പറയുന്നതിനൊപ്പം ഭഗവാൻ മറ്റൊരു കാര്യം പറയട്ടെ. അതുകൊണ്ടാണ് നമ്മളെ കേൾവിക്കാർ മുഴുവനായിട്ട് കേൾക്കണം എന്ന് പറയുന്നത്. ആ നിമിത്തം തൃണം വാബി ചേതയേന കഥാചന ദേവദാർത്ഥം ദ്വിജാർത്ഥം വാ ഹത്വാ പാപേർണ ലിപ്യതേ എന്നാണ്. അതായത് ഭഗവാൻ ഇത്രയൊക്കെ പറഞ്ഞു, മാംസം നീ ദർശിക്കണം, മദ്യം നീ ദർശിക്കണം, അത് നിനക്ക് സുഹൃത്തത്തെ നൽകും, നിനക്ക് മോക്ഷത്തെ നൽകും, നിനക്ക് പരിപൂർണതയെ നൽകും, എന്റെ കടാക്ഷം ഉണ്ടാകും, പരാശക്തിയുടെ കടാക്ഷം ഉണ്ടാകണം, ഞാൻ തന്നെയാണ് മാംസം, സാക്ഷാൽ പരാശക്തിയാണ് മദ്യം, ഇതൊക്കെ ഭഗവാൻ പറഞ്ഞു വെച്ചു. എന്നിട്ട് ഭഗവാൻ പറയുന്നതാണ് അനിമിത്തം തൃണം വാപി ചേതയന, ഒരു കാരണം കൂടാതെ ഒരു പുൽക്കൊടി പോലും മുറിക്കരുതേ, കാരണം കൂടാതെ പുൽക്കൊടി പോലും മുറിക്കരുതേ. ദേവദാർത്ഥം ദ്വിജാർത്ഥം വാ ഹത്വാ പാപേർണ ലിപ്യതേ, ദേവതാ കാര്യത്തിന് വേണ്ടിയിട്ടാവട്ടെ, അതുപോലെ തന്നെ ദ്വിജാകാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാവട്ടെ, അവിടെ നീ ഏതെങ്കിലും തരത്തിൽ ബലി ആചരിക്കുന്നു, മൃഗഭക്ഷി ബലി നടത്തുന്നു എങ്കിൽ അത് പാപത്തെ വരുത്തുന്നില്ല. കാരണം അതെന്താണ്? വൈദികി ഹിംസ ഹിംസാന ഭവതി എന്ന് വേദം പറയുന്നു. വൈദികി ഹിംസ ഹിംസാന ഭവതി. ഭഗവാൻ ശങ്കരാചാര്യ പോലും സമർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹം ബ്രഹ്മസൂത്രം ഭാഷ രചിക്കുന്ന സമയത്ത് ഈ വൈദിക യജ്ഞത്തെ കുറിച്ച് പറയുമ്പോൾ ജൈമിനീയമായിരിക്കുന്ന പദ്ധതിയെ സമർത്ഥിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഓപ്പോസിറ്റ് പറയുന്ന ആൾക്കാർ, ബലി തെറ്റാണെന്ന് പറയുന്ന ആൾക്കാർ ശങ്കരാചാര്യ സ്വാമികളുടെ കാലത്തുണ്ട്. അപ്പൊ അതിനെ ഭഗവാൻ ഖണ്ഡിക്കുന്നുണ്ട്, ശങ്കരാചാര്യ ഖണ്ഡിക്കുന്നുണ്ട്. അങ്ങനെയല്ല, യജ്ഞഹിംസ നടത്താം. അതെന്താണ്? വൈദികി ഹിംസയാണ്, വേദം പറയുന്ന ഹിംസയാണ്. അത് ഹിംസന ബോധി, അത് ഹിംസയല്ല, അത് അഹിംസയിലേക്ക് വിടുള്ളൂ. കാരണം ധർമ്മഹിംസയാണ് എന്ന് പറയും. ധർമ്മഹിംസ അഹിംസയാണ് എന്ന് പറയുന്നുണ്ട്. ഇവിടെയും തന്നെ എന്താണ് വേണ്ടത്? ദേവകാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ദേവതാ പൂജയ്ക്ക് വേണ്ടിയിട്ട്, യജ്ഞത്തിന് വേണ്ടിയിട്ട്, ഇതുപോലെ നമ്മുടെ കണിയായിരിക്കുന്ന ഈ ധർമ്മത്തിന്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് ഇത് ചെയ്യാം. ദ്വിജാർത്ഥം വാ, ദ്വിജന് വേണ്ടിയിട്ടും. ആരാ ദ്വിജൻ? ദ്വിജൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും സാധാരണ ജനിച്ചു വീഴുന്ന സാധാരണ മനുഷ്യരായിട്ടാ. പിന്നെ എന്ത് ചെയ്യുന്നു? അറിവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? വിദ്യാലയങ്ങളിലേക്ക് പോകുന്നു, ഗുരുകുലത്തിലേക്ക് പോകുന്നു, ധർമ്മപഠനം നടത്തുന്നു. ധർമ്മപഠനം നടത്തുമ്പോൾ എന്തായി? നമുക്ക് ബോധോദയം ഉണ്ടാകണം. ബോധോദയം ഉണ്ടാവുമ്പോൾ എന്തായി? മനുഷ്യത്വം ദൈവീകതയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ശാസ്ത്രീയമായ ഒരു പഠനത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ശാസ്ത്രജ്ഞാനം ഉണ്ടാകണമെങ്കിൽ പലതിനെയും ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഹയർ സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമുക്ക്, അപ്പൊ നമ്മൾ ഹയർ സ്റ്റഡിയിലേക്ക് കടക്കുമ്പോൾ സാധാരണ ഹയർ സ്റ്റഡിയിലേക്ക് കടക്കുന്നു, വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുന്നു. അവിടെ ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ശാസ്ത്രീയ പഠനത്തിന് വേണ്ടിയിട്ടും നമുക്ക് ഈ പറയുന്ന ഹിംസയാകാം. അത് അഹിംസയാണ്. അങ്ങനെയുള്ള മാംസം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ദ്വിജാർത്ഥം വാ എന്ന് പറഞ്ഞാൽ, ദ്വിജൻ എന്ന് പറഞ്ഞാൽ ഒരു സമുദായമല്ല, ഒരു ജാതിയല്ല, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അല്ല. അത് ശാസ്ത്രീയ പഠനം ചെയ്യുന്ന ആളുകൾ നടത്താക്കണം. ആ ശാസ്ത്രീയ പഠനം ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം. അതായത് പണ്ട് കാലത്താണെങ്കിൽ ഗുരുകുലത്തിൽ പോകണം. ഗുരു ഇദ്ദേഹത്തെ അവിടെ അഡ്മിഷൻ കൊടുക്കണം. അഡ്മിഷൻ കൊടുത്താൽ അതിന് അടയാളങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ അടയാളങ്ങൾ ഉണ്ടാവില്ല. തന്ത്രത്തിൽ അടയാളം ഇല്ല. കാരണം കലോ ബ്രാഹ്മണ സജിന്റെ മേധാവ് കേവലം സൂത്രധാരണം എന്നുകൊണ്ട് കലികാലത്തിൽ സൂത്രധാരണം ഉപനയനമാണ്, ഉപവീതമാണെന്ന് കരുതുന്ന രീതിയുണ്ട്. പക്ഷെ തന്ത്രത്തിൽ അങ്ങനെയല്ല. ദീക്ഷാ സംസ്കാര സമ്പന്നോ, ദീക്ഷയാണ്, മന്ത്രോപദേശമായിരിക്കാം, അല്ലെങ്കിൽ തൊട്ട് വയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് ഇതുപോലെ തന്നെ കള്ളോ വെള്ളോ കൊടുക്കായിരിക്കാം. പല രീതിയുണ്ട്. മുറുക്കിയിട്ടത് കൊടുക്കുക, അല്ലെങ്കിൽ വെറ്റിലടക്കം കൊടുക്കും. എന്തൊക്കെ രീതി ഉണ്ടെന്ന് അറിയൂ. അപ്പൊ ഇത് നമ്മൾ നിർണ്ണയിക്കുന്ന പോലെയല്ല, പല രീതിയിലാണ്. അടയാളം കൊണ്ടൊന്നും നിജത്വം മനസ്സിലാക്കാൻ പറ്റില്ല. എന്തായാലും ഗുരുകുല സമ്പ്രദായത്തിൽ അറിവിനെ നേടാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയും അവൻ ശാസ്ത്രീയ പഠനം ആരംഭിക്കുകയും ചെയ്യുമ്പോൾ അത്തരം ആളുകളെയാണ് ദ്വിജത്വം. പൂർണ്ണദീക്ഷ വരുമ്പോ എന്തായി? അത് ദ്വിജത്വത്തിൽ നിന്നും കടന്നു. അത് മൂന്നാമത്തെ ജന്മമായിട്ടാ പറയാ. പൂർണ്ണദീക്ഷ മൂന്നാം ജന്മമായിട്ടാ പറയാ. അപ്പൊ ദ്വിജത്വം മാത്രമല്ല, മൂന്നാമത്തെ ജന്മമുണ്ട്. അത് പൂർണ്ണദീക്ഷാ സമ്പ്രദായമാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ആ സമ്പ്രദായത്തിന്റെ ശാസ്ത്രീയ ജ്ഞാനത്തിന്റെ ഭാഗമായിട്ട് ദ്വിജത്വത്തിനും ദേവകാര്യത്തിനും എന്താണ്? നമ്മൾ ബലി അർപ്പിക്കുന്നു എങ്കിൽ പാപേർണ ലിപ്യതേ, അതൊരിക്കലും പാപത്തെ സിദ്ധിക്കുന്നല്ല, അത് ഹിംസയിൽ വരില്ല.
അതുപോലെ തന്നെ മദ്യമാണെങ്കിൽ ഇപ്പൊ നമ്മൾ മദ്യത്തെ കുറിച്ച് പറഞ്ഞു, മദ്യം കണി കാണാന്ന് പറഞ്ഞില്ലേ, കണി കാണാന്നേ പറഞ്ഞിട്ടുള്ളൂ നമ്മളെ. അതിന്റെ ഘ്രാണം മണം സ്വീകരിക്കാന്ന് പറഞ്ഞു. യജ്ഞകാര്യത്തിന്റെ ഭാഗമായി യജ്ഞനിഷ്ടം പൂജിക്കാം എന്നുണ്ട്. എന്നാലോ പശുപാന വിധൗ പീത്വാ വിരോപി നരകം വ്രജേത് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. പശുപാന വിധൗ പീത്വാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ മനസ്സിലാക്കിയത്? പശുപാന സാധാരണ നമ്മൾ കള്ളുടിയന്മാരില്ലേ, കള്ളു കുടിച്ചോ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല നമുക്ക്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ അങ്ങനെ പറയുന്നതിനെ അങ്ങനെ ആക്ഷേപിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെയൊക്കെ സമ്പ്രദായം പറഞ്ഞത്. അവരവരെ വഴിക്ക് വിടുക. നമ്മുടെ അടുത്ത് വന്നാൽ പറയുന്നത് ചെയ്യാൻ പാടില്ല, പശുപാനം അരുത് മനുഷ്യ, അത് ചെയ്യാൻ പാടില്ല, അത് നിന്നെ നരകത്തിലേക്ക് നയിക്കും, നമ്മൾ പറഞ്ഞിട്ട് വേണം. നോക്കിയപ്പോ ചുറ്റും മദ്യത്തിന് അഡിക്റ്റ് ആയ ആളുകളുടെ ജീവിതം രക്ഷപ്പെട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ അത് ഉപയോഗിക്കുന്ന പല ആളുകളും നമുക്ക് സമൂഹത്തിലുണ്ടായിരിക്കും. പക്ഷെ എന്താണ്, അവരൊന്നും നശിച്ചതായിട്ട് കാണാൻ പറ്റില്ല. അപ്പൊ എന്തൊരു ദ്രവ്യം അധികമായാൽ അമൃതവും വിഷം എന്നാണ് പണ്ടുള്ളവർ പറഞ്ഞത്. അപ്പൊ ഇവിടെ കണി കാണാം, ഘ്രാണിക്കാം, അതിന് യജ്ഞശിഷ്ടം പൂജിക്കാം. എന്നാലോ പശുപാനം, അതായത് പശു കാടി മൂന്നുന്ന പോലെ, മൃഗങ്ങൾ കാടിവെള്ളം മൂന്നുന്നത് പോലെ ഇത് കുടിക്കുകയാണെങ്കിൽ വിരോപി നരകം വ്രജം. അങ്ങനെയുള്ള ആൾക്കാർ എന്തായിരിക്കും? അവർ നരകത്തിൽ പതിക്കുന്ന. അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, നിങ്ങളെ കൺമുന്നിൽ കാണുക. അപ്പോൾ ഒരു സാധനം, ഈ വാമദ്രവ്യങ്ങൾ, മറ്റുള്ളവർ ആക്ഷേപിക്കുന്ന ഇതേ ദ്രവ്യങ്ങൾ തന്നെയാണ് മോക്ഷ കാരണമെന്ന് ഭഗവാൻ ഈ സമ്പ്രദായത്തിൽ പറയുന്നുണ്ട്. അപ്പൊ മോക്ഷത്തിനും ഭുക്തിക്കും മുക്തിക്കും വിളങ്ങുന്ന ഒരേ ഒരു കാര്യം ഈ പഞ്ചമകാരങ്ങളാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ അവിടെ തന്നെയാണ് അസംസ്കൃതം പിബേദ്രവ്യം ബലാത്കാരേണ മൈഥുനം സ്വപ്രിയേണ ഹതം മാംസം രൗരവം നരകം വ്രജേത് എന്നും ഭഗവാൻ പറയുകയാണ്. അസംസ്കൃതം പിബേദ്രവ്യം, സംസ്കരിക്കപ്പെടാത്തതായിട്ടുള്ള ദ്രവ്യം സ്വീകരിക്കുന്നവര്. എന്താ സംസ്കരിക്കപ്പെടാത്തത്? അവനവന്റെ സമ്പ്രദായത്തിൽ ബലിയർപ്പിക്കാത്ത, അവനവന്റെ സമ്പ്രദായ വിദ്യനുസരിച്ച് ഈശ്വരന് സമർപ്പിക്കാത്ത, അതിൻ്റെതായിരിക്കുന്ന നിഷ്ഠയോടുകൂടി കാര്യങ്ങൾ നടത്താത്ത, മദ്യം കഴിക്കുന്നു എങ്കിൽ, മാംസം കഴിക്കുന്നു എങ്കിൽ, എവിടെന്നേലൊക്കെ വാങ്ങിയിട്ട് ഷാപ്പിലോ അല്ലെങ്കിൽ ബിവറേജിൽ നിന്നൊന്നും വാങ്ങി കഴിക്കാൻ വിധിയില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ അസംസ്കൃതം പിബേൻ ദ്രവ്യം എന്ന് പറഞ്ഞാൽ സാമ്പ്രദായികമായിട്ട് കുലധർമ്മം പറയുന്ന എല്ലാവർക്കും രീതിയല്ല. എന്നാലും കുലദൈവത്തിന് സമർപ്പിക്കണം എന്നുള്ള ഉറപ്പാണല്ലോ. ഒന്നും ചെയ്തില്ലെങ്കിലും അതെങ്കിലും ചെയ്യപ്പെടാത്ത, കുലദൈവ മണ്ഡലത്തിൽ വെക്കാത്ത ആ ദ്രവ്യത്തെ ഉപയോഗിക്കാൻ പാടില്ല. ബലാത്കാരേണ മൈഥുനം, തന്റെ പത്നിയാവട്ടെ ആരുമാകട്ടെ നമ്മളോട് ഇണചേരുന്ന ധാർമ്മികമായിട്ടൊരു ഭാര്യയാണല്ലേ, ഒരിക്കലും കടന്നാക്രമിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ മറ്റ് സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറിക്കൊണ്ടോ, ചൂഷണം ചെയ്തുകൊണ്ടോ, അതുപോലെ തന്നെ വാഗ്ദാനം ചെയ്തുകൊണ്ടോ, ബലാത്കാരമായിട്ടോ അവരെ പ്രാപിക്കാൻ പാടില്ല. അത് മൈഥുനം എന്ന ലിസ്റ്റിൽ വരില്ല പഞ്ചമകാരത്തിൽ. അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. അത് ധാർമ്മികമായിട്ട് ആ പരാശക്തി, നമ്മുടെ ഭാര്യ വാമഭാഗം ആരോ, പാർട്ട്ണർ ആരോ, സഹധർമ്മിണി, അവരെ ഇച്ഛയാൽ, അവരാഗ്രഹത്താൽ അവരടുത്ത് വരുമ്പോൾ സന്താനോത്പാദനത്തിന് വേണ്ടും സാധനാപരമായിട്ടുമാകാം എന്നുള്ളതേ പറ്റുള്ളൂ. സ്വപ്രിയേണ ഹതം മാംസം, സ്വന്തം നാവിന്റെ രുചിക്ക് വേണ്ടിയിട്ട്, സ്വന്തം നാവിന്റെ രുചിക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഒരു മൃഗത്തെയോ പക്ഷിയെയോ കൊല്ലാൻ പാടില്ല. അത് നേരത്തെ പറഞ്ഞ ദേവകാര്യാർത്ഥം, ദ്വിജകാര്യാർത്ഥം എന്നൊക്കെ പറഞ്ഞില്ലേ, ഇങ്ങനെ മാത്രമേ പറ്റുള്ളൂ. അതിന്റെ യജ്ഞശിഷ്ടം പൂജിക്കാം, അല്ലാണ്ട് സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പാടില്ല. ഇതാണ് രണ്ട് ഈ ആശയങ്ങൾ ഇതേപോലെ വൈരുദ്ധ്യത്തോടു കൂടി വേദപാരമ്പര്യത്തിലും കാണാം, സ്മൃതികളിലും കാണാം. ഒരു തവണത്ത് ചെയ്തോ എന്നൊരു സ്ഥലത്ത് ചെയ്യണ്ടെന്ന് പറഞ്ഞ കാരണം, ഒന്ന് ഭഗവാൻ ശങ്കരാചാര്യ പോലും അംഗീകരിച്ച, ഇപ്പൊ ഈ ചണ്ടാളഭാബ പോലും അംഗീകരിക്കുന്ന ദേവകാര്യാർത്ഥം, ദ്വിജകാര്യാർത്ഥമാണ്. പിന്നെ ആപദ്ധർമ്മമായിട്ടുണ്ട്. ആപദ്ധർമ്മമായിട്ട് പട്ടിമാംസം കഴിച്ച് വിശ്വാമിത്രാദികളുടെ കാര്യം പറയുന്ന പോലെ ആപദ്ധർമ്മമായിട്ടുണ്ട്. മറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ അതല്ലാണ്ട് സ്വന്തം വായ്ക്കു രുചിയായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഔഷധമായിട്ട് ഉപയോഗിക്കാൻ വിധിയുണ്ട്. രൗരവം നരകം വ്രജേത്. അല്ല, അപ്പൊ ഈ പറയപ്പെടുന്ന ധാർമ്മികമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ദ്രവ്യങ്ങൾ ഇത് മാത്രമായിരിക്കണം നമ്മൾ ഈ കണിക്ക് വെക്കേണ്ടത്. അതല്ലാതെ നമ്മൾ കണിക്കായാലും ഭക്ഷണത്തിനായാലും വെക്കാൻ വിധിയില്ല. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലോ കൗരവം എന്ന നരകത്തിൽ. കൗരവം നരകത്തിന്റെ പ്രത്യേകത എന്താ? പുരാണങ്ങൾ പറഞ്ഞ എങ്ങനെയാ? കൗരവം എന്ന് പറഞ്ഞാല് ജലവും മാംസവും ഈ പറയുന്ന ആകെ വൃത്തികേടായി കിടക്കുന്ന ഒരു ഈ നദിയിലൂടെ നമ്മളെയൊക്കെ നടത്തും, നമ്മളവിടെ ഛർദ്ദിക്കും, പിന്നെ അത് കഴിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ രീതിയുണ്ട്. ഇപ്പൊ പുരാണങ്ങൾ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മള് അങ്ങോട്ട് നരയിക്കേണ്ടി വരും നരകത്തില് എന്ന് പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് കുലസമ്പ്രദായം അനുസരിച്ച് നമ്മൾ ഇനി അടുത്ത തവണയെങ്കിലും വിഷു ഒരുക്കുകയാണെങ്കിൽ നമ്മുടെ സാമ്പ്രദായികമായിട്ടുള്ള പദ്ധതിയിൽ പറയപ്പെടുന്ന ദ്രവ്യങ്ങളോട് കൂടി തന്നെ നമ്മൾ അത് ഒരുക്കുകയും നമ്മളത് കാണുകയും വേണം. അതിന്റെ അഭിവൃദ്ധി നമുക്ക് ഉണ്ടായിരിക്കും. നോക്കൂ, സെമിറ്റിക് മതങ്ങളിൽ കുലദ്രവ്യം ഉപയോഗിക്കുന്ന മതങ്ങളുടെ ഭൗതികമായ അഭിവൃദ്ധി നോക്കൂ. ആത്മീയ മുന്നേറ്റമുള്ള ആളുകളും ഉണ്ട്. എല്ലാവരെയും നോക്കിക്കൊണ്ട്, സാധാരണക്കാരെ നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അപകടം പിടിച്ചവരെ നോക്കിക്കൊണ്ടോ അതിനെ അളക്കരുത്. അല്ലാത്ത ആൾക്കാരുണ്ട്. ഒരു ഇസ്ലാമിക മതം മുന്നോട്ട് പോകുന്ന യൂസഫ് അലിയെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അങ്ങനെ എത്രയോ ആൾക്കാരില്ലേ
കയ്യിൽ എണ്ണിയാത്തിയില്ല, അത്രയും ആൾക്കാരുണ്ടായിരിക്കും. എന്താ കാര്യം? അവരുടെ സമ്പ്രദായത്തിൽ പറയുന്ന കാര്യങ്ങൾ ഒരു സംശയവും ഇല്ലാണ്ട് ചെയ്തു പോകുന്നു. നമ്മുടെ സമ്പ്രദായത്തെ അറിയാണ്ട് വൈഷ്ണവിസത്തിന്റെ അതിപ്രസരണത്തിൽ വീണു പോകുന്നു. ഭൂരിപക്ഷ ഹൈന്ദവരും ഈ സമ്പ്രദായങ്ങളുടെ ഭാഗം. പക്ഷെ എന്താണ്? സ്വന്തം പാരമ്പര്യ മഹത്വം അവർ അറിയുന്നില്ല. ഇതിനൊരു മാറ്റം ഉണ്ടാകണം. ആ മാറ്റം ഉണ്ടാണ് നമ്മളുടെ ധർമ്മത്തെ ഒരു തരത്തിലും. അപ്പൊ അടുത്ത കൊല്ലം നമുക്ക് കാളിയെ കാണാം, കൃഷ്ണനെ തന്നെയാണെങ്കിൽ കൃഷ്ണനെയും കാണാം. പക്ഷെ ദ്രവ്യങ്ങൾ വേണമെങ്കിൽ വെക്കാം, വെക്കണ്ടെങ്കിൽ വെക്കണ്ട. വെക്കാൻ പറ്റോ എന്ന് സംശയമുള്ളവരോടാണ് പറഞ്ഞത്, നിങ്ങൾ മത്സ്യമാംസാദികൾ കഴിക്കുമെങ്കിൽ അത് നിങ്ങൾ കണിയായി കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അത് നിങ്ങളുടെ കുലധർമ്മത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും, കുലദ്രവ്യ ആരാധനയെ ശക്തിപ്പെടുത്തും. അത് കുട്ടികൾക്കൊരു ധാരണയും. നമുക്കറിയാം, ഇപ്പൊ നമ്മൾ വലിയ ക്യാമ്പയിൻ നടക്കുകയാണ് സർക്കാരിന്റെ ഭാഗത്ത്. കേന്ദ്ര ഗവൺമെന്റ് ആവട്ടെ, സംസ്ഥാന സർക്കാർ ആവട്ടെ, നമ്മുടെ നാട്ടിലെ ഓരോരോ സന്നദ്ധ സംഘടനകളും കൃത്യമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ശക്തമായി പ്രവർത്തിക്കുന്നത്. ലഹരിക്ക് അടിമപ്പെടാതെ ഒരു പുതുതലമുറ ഉണ്ടാവാനാ. ഈ മദ്യം ഉണ്ടാകുന്ന കാലത്ത് ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല, അതിനുവേണ്ടി അങ്ങനെ നടന്നിട്ടില്ല. കഞ്ചാവ് വലിക്കുന്നു സന്യാസിമാരെന്ന് വേണം, അല്ലെങ്കിൽ ഈ യോഗീശ്വരന്മാരെന്ന് പറയുമ്പോൾ അതിന്റെ പേരിൽ ഇത്ര ഒരു ക്യാമ്പയിൻ ഉണ്ടായിട്ടില്ല. പക്ഷെ മറിച്ചെന്താണ്, അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഈ കെമിക്കലിന്റെ ഭാഗമായിട്ടുള്ള ലഹരി വസ്തുക്കൾ നമ്മുടെ ഈ തലമുറയെ എന്നേക്കുമായിട്ട് മന്ധന്മാരാക്കുന്ന, നശിപ്പിച്ചു കളയുന്ന ലഹരി പദാർത്ഥങ്ങളുടെ കടന്നു പോവുകയാണ്. ആ കടന്നു പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ഇന്നലത്തെ കുലാചാരത്തിന്റെ ദ്രവ്യങ്ങളോ മറ്റുള്ള ഉപയോഗിച്ചുകൊണ്ട് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇതേ അർച്ചനയ്ക്കുള്ളതാണ്, തർപ്പണത്തിനുള്ളതാണ്, യജ്ഞശിഷ്ടം പൂജിക്കാം. ഇതിൽ പറയാത്ത ദ്രവ്യങ്ങൾ നമ്മൾ തൊടാൻ പാടില്ല. ഇത് തന്നെ അബദ്ധമായി തൊട്ടാൽ പശുപാനം ചെയ്താൽ നമ്മൾ നശിക്കുന്ന നമ്മുടെ ഗുരുക്കന്മാരും മുത്തപ്പന്മാര് പറഞ്ഞു തന്നിരിക്കുന്നേ. അപ്പോൾ ഇതല്ലാത്ത ഒരു ദ്രവ്യം നമ്മൾ ഉപയോഗിക്കുന്നു എങ്കിൽ മോനെ, മകളെ, സംശയമില്ല, നശിച്ചു പോകും. നമുക്ക് പിന്നെ നിപ്പില്ല. അപ്പൊ നമ്മൾ നശിച്ചാൽ എന്താണ്? ഇപ്പൊ ഈ രാഷ്ട്രത്തെ സംബന്ധിച്ച് നമ്മൾ നശിച്ചാൽ എന്താണ്? ഈ രാഷ്ട്രത്തിൽ പിന്നെ പുതുനാമ്പുകൾ, പ്രതീക്ഷയുള്ള പുതുനാമ്പുകൾ തീർക്കില്ല. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ലോകത്തിന് വെളിച്ചം കൊടുത്ത ഒരു സംസ്കാരമാണ് നമ്മുടേത്, ഒരു രാഷ്ട്രമാണ് നമ്മുടേത്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കണം. ഈ ദ്രവ്യങ്ങളൊക്കെ വെച്ച് ആരാധന പണ്ടുണ്ടായിരുന്ന കാലത്തെ അതങ്ങനെയുണ്ട്. അപ്പോൾ ഈ ദ്രവ്യങ്ങൾക്കല്ല കുഴപ്പം, കേവലം പശു സംസ്കാരത്തിലേക്ക് നമ്മൾ പോയി. സെമിറ്റിക് മതങ്ങൾ കടന്നു വന്ന്, വൈദേശിക ശക്തികൾ കടന്നു വന്ന് ഇന്ന് അതിനെയൊക്കെ മറികടന്ന് മറ്റു പല ഗൂഢശക്തികളും രാഷ്ട്രത്തിലേക്ക് കയറിയിട്ട് ഈ രാഷ്ട്രത്തെ, ഈ ലോകത്തിൽ നല്ല മനുഷ്യരെ, മതമൊക്കെ വിട്ടോളൂ, മതമൊന്നുമല്ല, മനുഷ്യത്വമുള്ള മനുഷ്യരെ പരമാവധി അങ്ങോട്ട് രാക്ഷസീയ മാർഗത്തിലേക്ക് നയിച്ച് നശിപ്പിക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കുന്നു. അവരുടെ താല്പര്യമാണ്. അല്ല, അവിടെ മതമൊന്നുമില്ല. ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ ഒന്നുമില്ല. നിങ്ങൾ നോക്കൂ, കേസിൽ പെടുമ്പോഴും അവിടെ മതം ഉണ്ടോ? നാമങ്ങളല്ലേ, മതനാമങ്ങളല്ലേ. മതമൊന്നുമല്ല വിഷയം. മതങ്ങൾ മനുഷ്യനെ സംസ്കാരത്തെ അവരെ ആചാരപര രീതിയിലൂടെ സംസ്കരിച്ചെടുക്കാൻ വേണ്ട, ബാഹ്യമായിട്ടും ആന്തരികമായിട്ടൊക്കെ. അതല്ല വിഷയം, മതമല്ല. രാഷ്ട്രീയം പോലുമാണ് നമുക്ക് തോന്നുന്നില്ല. അരാഷ്ട്രീയമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചില ഗൂഢശക്തികൾ ശ്രമിക്കുന്നു. നമ്മളെ മക്കളൊന്നും അതിൽ വരാതിരിക്കണമെങ്കിൽ നമ്മൾ കൃത്യമായി പൂർവികർ കാണിച്ചെന്ന വഴിയിലൂടെ പോവുക. അതല്ലാണ്ട് കുലധർമ്മ വിധിപ്രകാരമല്ലാതെ കുലധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ ഒരു സംശയവുമില്ല കുലം മുടിയുമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. കുലം മുടി. എങ്ങനെ കുലം മുടിയാ? സന്താന പരമ്പരകൾ തെറ്റായ മാർഗത്തിൽ സഞ്ചരിക്കും, അബദ്ധ സഞ്ചാരം നടത്തും. അപ്പൊ ഇപ്പൊ നമുക്കിനെ പറയാം ഇതൊക്കെ തെറ്റാണ്, അതൊക്കെ തെറ്റാണെന്ന് പറയാം. പക്ഷെ ചിന്തിക്കൂ, ഇന്നലകൾ ഇതില്ല. ഇത് വെച്ചവരൊന്നും അല്ല കള്ളു കുടിച്ച് നമുക്ക് തോന്നിയ സംഘടി നടന്നത്. ഇതെന്താ ശാസ്ത്രീയമായി അറിയാത്തവരാണ്. അവരെല്ലാ കാലത്തും ഉണ്ടാകും, അവർക്കിത് ശാസ്ത്രീയത അറിയില്ല. എന്നാൽ ഈ ദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നു, ധാർമ്മികമായിട്ട് ഈശ്വരീയമായി ഉപയോഗിക്കുന്നു എന്നുള്ളതുകൊണ്ട് ആരും പാൽപ്പായസം വെക്കുന്നു എന്നുള്ളതുകൊണ്ട് ആരും പാൽപ്പായസം കുടിച്ച് മരിക്കാറില്ല, നശിക്കാറില്ല, ഷുഗർ കയറ്റാറില്ല. അതുപോലെ തന്നെ ഇത് അതാത് സമ്പ്രദായത്തിന്റെ രീതിയാണ്. അതുകൊണ്ട് സാംസ്കാരികമായി നിങ്ങൾ ഓരോരുത്തരും വിചാരം ചെയ്യുക, ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പ്രദായത്തിൽ തന്നെ കണി കാണണമെങ്കിൽ ആ കണി ഒരുക്കുമ്പോൾ എന്തിനാണ് അച്ഛാ, എന്തിനാണ് അമ്മേ നമ്മൾ ഇതൊക്കെ ഒരുക്കുന്നത് എന്ന് ഇനി വരുന്ന തലമുറ ചോദിക്കുമ്പോൾ അതൊക്കെ പണ്ടുള്ളവർ കാണിച്ചു കുട്ടിയെ എന്ന് പണേന്റെ ഒപ്പം തന്നെ ഇതിൻ്റെതായിരിക്കുന്ന ആത്മീയ വശം നമ്മൾ കൊടുക്കുക. മറ്റ് സാമൂഹികമായിട്ട് ഇത് കാർഷികോത്സവത്തിന്റെ ഭാഗമാണ്. ഇങ്ങനെ ഒരു സംസ്കൃതി ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ കൃഷിയെ അത്ര കണ്ട് മഹത്വമായി കണ്ടിരുന്നു. അന്നം ബ്രഹ്മം, അന്നത്തെ മഹത്തരമായി കണ്ടിരുന്നു. അന്നം ഉണ്ടാക്കുന്നവരിൽ മഹത്വം കാണാൻ നമുക്കായില്ല, അന്നും ഇന്നും ആയിട്ടില്ല എന്നൊരു സത്യവും നമ്മൾ അംഗീകരിക്കാതിരിക്കുന്നില്ല. പുരോഹിതന് കൊടുക്കുന്ന വാല്യൂ അന്നം ഉണ്ടാക്കുന്നവന് കൊടുക്കുന്നുണ്ടോ ചോദിച്ചാൽ നമ്മൾ ഉറപ്പിച്ചു പറയുമില്ല എന്നുള്ളത്. അത് നമ്മൾ സനാതനികൾ ഇനിയെങ്കിലും തിരുത്തണം. പുരോഹിതനേക്കാൾ പ്രാധാന്യം അന്നം ഉണ്ടാക്കുന്നവർക്ക് കൊടുക്കണം. അവിടെ ജാതി നമ്മൾ പറഞ്ഞിട്ടില്ല, സമുദായ നാമം പറഞ്ഞിട്ടില്ല, മതം പറഞ്ഞിട്ടില്ല, ലിംഗം പറഞ്ഞിട്ടില്ല, ഭാഷ പറഞ്ഞിട്ടില്ല, വേഷഭൂഷാദികളോ ഭക്ഷണങ്ങളോ പറയുന്നില്ല. പക്ഷെ അന്നം ഉണ്ടാക്കുന്നവർക്ക്, പാർപ്പിടം ഉണ്ടാക്കുന്നവർക്ക്, ചികിത്സിക്കുന്നവർക്ക് ഇവർക്ക് കൊടുക്കുന്ന പ്രാധാന്യം പുരോഹിതനേക്കാൾ വലുതായിരിക്കണം. പക്ഷേ നമ്മൾ ചെയ്യുന്നില്ല. അത് ആ ഒരു മാറ്റം നമുക്കുണ്ടാകണം.
ആ മാറ്റം നമുക്ക് ഉണ്ടായേ പറ്റുള്ളൂ. കാരണം അവിടെയാണ് നമ്മുടെ തിരിച്ചറിവ്. ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മനുഷ്യരാകുന്നുള്ളൂ. അതുകൊണ്ട് ആ രീതിയിലേക്ക് മാറാൻ, നമ്മൾ ആ തിരിച്ചറിവിലേക്ക് മാറാൻ നമുക്ക് പറ്റും. അപ്പൊ അതിന്റെയൊക്കെ ഈ അന്നത്തിനെയൊക്കെ ആരാധിക്കുന്ന, അന്നം ഉണ്ടാക്കുന്നവനെ നമ്മൾ ബഹുമാനിക്കുന്ന ആ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതിനുണ്ടാകുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ തുല്യതയും ഈക്വാലിറ്റി സനാതനത്തിന്റെ ഐക്യമൊക്കെ ഉണ്ടാകും. ആ ഐക്യം ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കണം. അപ്പൊ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ ശാസ്ത്രീയമായിട്ട്, അതുപോലെ തന്നെ ആത്മീയമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാതെ നമ്മൾ കൊണ്ടുനടന്നുകൊണ്ടും ചെയ്തിട്ട് കാര്യമില്ല. ഇതൊന്നും സ്വീകരിക്കില്ല. അവരിതൊക്കെ തള്ളിക്കളയും. അവരൊക്കെ വേറെ ടൈപ്പായി മാറും. അത് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ വൈകിയ വേളയിൽ നിങ്ങൾ പലരും ഇപ്പോഴും വിഷുവിൻ്റെതായിരിക്കുന്ന ആഘോഷത്തിലായിരിക്കും. ഇവിടെ തന്നെ പുറത്ത് കുട്ടികൾ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മളിത് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു ശ്രദ്ധ കിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇരുന്നിട്ട് ഇനി അവർക്ക് കുറച്ചു നേരം കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം പറഞ്ഞു എന്നൊരു സമാധാനത്തിൽ സന്തോഷത്തിലാണ് ഇന്ന് നമ്മൾ ഈ വിഷയത്തെ ഉപസംഹരിക്കുന്നത്. വീണ്ടുമാണ് വൈഷ്ണവിസം പരമ്പരയെ അനുവർത്തിക്കുന്നവർക്ക് അത് ചെയ്യാം, അല്ലാത്തവർക്ക് ഇത് ചെയ്യാം. ഇത് ലോകർക്ക് വേണ്ടിയിട്ടല്ല, ഇത് ഗുപ്ത സാധനയുടെ ഭാഗമായിട്ടാണ്. ഇത്തരം സമ്പ്രദായങ്ങൾ പിൻപറ്റുന്നവർക്ക് രഹസ്യമായി അവർക്ക് വേണ്ടി മാത്രം ചെയ്യാനേ വേണ്ടുള്ളൂ. എല്ലാവർക്കും അല്ല. വീട്ടിലുള്ള ആളുകൾക്ക് സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ, ആചാരത്തിൽ താല്പര്യക്കേടുണ്ടെങ്കിൽ അവരെ നിങ്ങൾ വിഷമിപ്പിക്കരുത്. അവരുടേതായിരിക്കുന്ന മാനസിക നിലയെ കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ മുന്നോട്ട് പോകണം. സർവദർശനാനിന്ദ എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന സമ്പ്രദായമാണ് നമ്മളുടെ ഈ കപട സമ്പ്രദായം. ഒരു ദർശനങ്ങളെ നിന്ദിക്കരുത്. മറ്റുള്ളവർ നമ്മളെ പറഞ്ഞോട്ടെ, അത് പോട്ടെ, അവർക്ക് അതിനുള്ള അറിവേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ അത് ചെയ്യരുത്. മറ്റു മതങ്ങളെ, മറ്റു ദർശനങ്ങളെ, അതുമായി സമ്പ്രദായങ്ങളെ നമ്മൾ ആക്ഷേപിക്കരുത്. നമ്മുടെ ധർമ്മത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ എവരെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനം കരുതിയിലമ്മയും മുത്തിവെറ്റ കുട്ടിച്ചാത്തന്മാരും സകല പടിമാനമക്കളും അനുഗ്രഹിക്കട്ടെ. നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. നമസ്തേ. പറയും നമ്മ ചണ്ടാള രൂപായ ഗുരുഗുരു ശ്രീപാദകാം പൂജയാമി. ചണ്ടാള. ജയ് ഹിന്ദ്. വന്ദേ മാതരം.